അതിൻ്റെ മക്കാം സിയാറത്തോടുകൂടെ തിരശീല വാനിലേക്കുയർത്തി സാദാത്യങ്ങളുടെ അനുഗ്രഹത്തോടെ ആശീർവാദത്തോടുകൂടെ മൽഹർ അൽ കലം ഫസ്റ്റിന് സമാരംഭം കുറിച്ചു. 4 ദിവസം നീണ്ടു നിൽക്കുന്ന വിദ്യാർത്ഥികളുടെ കഴിവ് പരിപോഷിപ്പിക്കാൻ സാദാത്യങ്ങളുടെയും പണ്ഡിതരുടെയും ഉമറാഇൻ്റെയുമൊക്കെ ആവേശവും ആഘോഷവുമാണ് മൽഹർ അൽ കലം ഫസ്റ്റ്. മൽഹറിലെ കുട്ടികളുടെ ആഘോഷമാണ് മൽഹർ ഫസ്റ്റ്. 4 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ ഒരു ഫസ്റ്റ് വളരെ ഭംഗിയായി നമുക്ക് പൂർത്തീകരിക്കാൻ റബ്ബ് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മാസങ്ങൾക്ക് മുമ്പ് തന്നെ പ്രഖ്യാപനങ്ങൾ നടത്തി ഉസ്താദുമാരുടെ നിർദ്ദേശത്തോടുകൂടെ നമ്മളുടെ വിദ്യാർത്ഥികൾ അതിനു വേണ്ടി ധാരാളം കഠിനാധ്വാനം ചെയ്ത് ഈ രൂപത്തിൽ പുറത്തു നിന്നൊന്നും ആളുകളെ ഭംഗിയാക്കാൻ വേണ്ടി കൊണ്ടുവരാതെ മൽഹറിൻ്റെ പൂർവ്വ വിദ്യാർത്ഥികളും മൽഹറിൽ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളും തന്നെയാണ് ഈ രൂപത്തിൽ സ്റ്റേജും പരിസരവും ഭംഗിയാക്കുന്നതിൽ വളരെയേറെ അധ്വാനിച്ചതും അവരുടെ കഴിവുകളും എല്ലാം തന്നെയാണ്. നമ്മളുടെ കുട്ടികൾ പലയിടങ്ങളിലും ഫസ്റ്റിന് വേണ്ടി പലയിടങ്ങളിലും സാമ്പത്തികമായ ആവശ്യങ്ങൾക്ക് വേണ്ടി പോയപ്പോൾ പലരും ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. പല ഉദ്ദേശങ്ങളും വെച്ചുകൊണ്ട് ദുആ ചെയ്യണമെന്ന് പറഞ്ഞവരുണ്ട്. അല്ലാഹു സഹായിച്ച സഹകരിച്ച എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഏതാനും നിമിഷങ്ങൾക്കകം നമ്മളുടെ ഉസ്താദുമാർ സാദാത്തുക്കൾ വേദിയിലേക്ക് വരും. അല്ലാഹു എല്ലാവർക്കും ദീർഘായുസ്സും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മൽഹറിൻ്റെ ഈ ഒരു സമയം, മൽഹറിലെ വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഈ ഒരു സമയം വളരെ പവിത്രതയോടുകൂടെ കാണുന്ന ഈ ഒരു സമയം മൽഹർ ഫസ്റ്റിന് വേണ്ടി മാറ്റിവെക്കുമ്പോൾ തന്നെ നമ്മളെ കുട്ടികൾക്കറിയാം വളരെ പ്രാധാന്യത്തോടുകൂടെ പഠനത്തിൻ്റെ സമയം ചിലവഴിച്ച് ഈ രൂപത്തിൽ ഒരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ ആ ഒരു പഠനത്തിൻ്റെ പ്രാധാന്യം തന്നെ ഈ ഒരു ഫസ്റ്റിനും നൽകുന്നുണ്ട് എന്നുള്ളത്. അതുകൊണ്ട് ഇവിടെ പരിപാടികൾ നടക്കുമ്പോൾ കേവലം സ്റ്റേജിൽ മത്സരാർത്ഥികൾ ഉണ്ടാകുന്നതിലുപരി അവരുടെ മത്സരാർത്ഥികളാകുന്ന നമ്മളുടെ കുട്ടികൾ മത്സരത്തിന് വേണ്ടി ഡയാസിലേക്ക് വരുമ്പോൾ നമ്മളാകുന്ന കാണികൾ അല്ലെങ്കിൽ സദസ്യർ വളരെ ആവേശത്തോടുകൂടെ നിൽക്കുമ്പോൾ മാത്രമേ നമ്മളെ പരിപാടികൾ വിജയിക്കുകയുള്ളൂ. ആ ഒരു സ്റ്റേജിൽ മാത്രം ആളുള്ളത് കൊണ്ട് പരിപാടി എങ്ങനെയെങ്കിലും വിജയിക്കും എന്നുള്ള നിലക്ക് നമ്മൾ കണ്ടാൽ ഒരിക്കലും നമ്മളുടെ പരിപാടി പൂർണ്ണമായ ഒരു വിജയത്തിലേക്ക് എത്തുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഫസ്റ്റിന് എല്ലാ വർഷവും ഉള്ളതുപോലെ ഗ്രൂപ്പുകളുടെ മത്സര ഫലം പ്രസിദ്ധീകരിക്കുമ്പോൾ ഡിസിപ്ലിനുള്ള ഒരു മാർക്കും കൂടെ മത്സരാർത്ഥികളുടെ പക്കൽ നിന്ന് ഇവിടെ ജഡ്ജ്മെൻറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള സന്തോഷ വാർത്ത നിങ്ങളെ അറിയിക്കുകയാണ്. അല്ലാതെ ചില ഗ്രൂപ്പുകളുടെ കുട്ടികൾ മാത്രം ചില ഭാഗങ്ങളിൽ കാണുകയും മറ്റു ചിലയിടങ്ങളിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഒരു ദുസ്വഭാവം പലയിടങ്ങളിലും ഉള്ളതുപോലെ ഇവിടെ നടന്നുകൂടാ. നമ്മളെ പരിപാടികൾ വിജയിക്കണം. നമ്മൾ ഇത്രയേറെ മഹത്വത്തോടുകൂടെ ഈ ഒരു ഫസ്റ്റ് കാണുമ്പോൾ ഉസ്താദുമാർ അതിനു വേണ്ടി സമയങ്ങൾ കണ്ടെത്തുമ്പോൾ നമ്മളുടെ ഉസ്താദുമാർ മഹാനായ ജലാൽ ഉസ്താദ് എല്ലാം സ്റ്റേജിലേക്ക് വരുന്നുണ്ട്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അല്ലാഹു നമ്മളുടെ ഉസ്താദുമാർക്കും സാദാത്യങ്ങൾക്കും ഒക്കെ ദീർഘായുസ്സും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്.
Welcome speech by Sheikh Shahin Ahmad Beltangadi, convener of Al-Kalam 2K25. Heartily welcome Sheikh Shahin to welcome the gatherings and guests. Assalamu alaikum wa rahmatullahi ta'ala wa barakatuh. Bismillah walhamdulillah wassalatu wassalamu ala ashrafil mursalin wa ala alihi wa sahbihi ajma'in amma ba'd. Rabbi shrah li sadri wa yassir li amri wahlul 'uqdatam min lisani yafqahu qawli. ബഹുമാനാദരം നിറഞ്ഞ സയ്യിദന്മാർ, ഉസ്താദന്മാർ, ഉമറാക്കൾ, പ്രിയപ്പെട്ട മുത്തഅല്ലിം സുഹൃത്തുക്കൾ, ശൈഖുന തങ്ങൾ ഉസ്താദ് അവറുകൾ മഞ്ചേശ്വരത്തിൻ്റെ മണ്ണിൽ നട്ടുവളർത്തിയ മദ്ഹർ വിദ്യാസമുച്ചയത്തിലെ വിദ്യാർത്ഥികളുടെ ആർട്ട് ഫെസ്റ്റിൻ്റെ വേദിയുടെ ഉദ്ഘാടന വേദിയിലാണ് നാം എല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. അല്ലാഹു തആല ഇതുപോലെ തന്നെ അവൻ്റെ സുഖലോക സ്വർഗത്ത് ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലാഹു തആല അവൻ്റെ ഖുർആനിലൂടെ നമ്മെ കൽപ്പിക്കുകയാണ്, നിങ്ങളിൽ ഒരു സമൂഹം ഉയർന്നു വരണം, നിങ്ങളിൽ ഒരു സംഘം ഉയർന്നു വരണം. എന്താണ് അവർക്കുള്ള ജോലി? അവർ ഈ ദുനിയാവിൽ അള്ളാഹുവിൻ്റെ ദീനിനെ പ്രചരിപ്പിക്കുകയും ജനങ്ങളെ നന്മയിലേക്ക് ക്ഷണിക്കുകയും തിന്മയെ വിരോധിക്കുകയും നല്ലതിനെ കൽപ്പിക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടം, ഒരു സംഘം ഈ ദുനിയാവിൽ നിങ്ങളിൽ നിന്ന് ഉയർന്നു വരണം. ഇങ്ങനെ ഖുർആൻ നമ്മെ കൽപ്പിക്കുന്നതനുസരിച്ച് ഇന്നത്തെ കാലഘട്ടത്ത് നാം ജനങ്ങളെ നന്മയിലേക്ക് ക്ഷണിക്കാൻ അത്ര സുലഭമായ കാര്യമല്ല. എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ കാലഘട്ടം എത്രത്തോളം അധപതിച്ചു കൊണ്ടുപോയിരിക്കുക എന്നുള്ളത് നാം ചിന്തിക്കേണ്ട കാര്യമാണ്. ഇതുപോലെ ഇവിടെ ഇരിക്കുന്ന പിഞ്ചുമക്കളെ പോലെയുള്ള ചെറിയ ചെറിയ മക്കളടക്കം ഡ്രഗ്സിൽ അടിമപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ ഏത് കലാലയങ്ങളിൽ ചെന്നു പോയാലും അവിടെ ചെറിയ പിഞ്ചുമക്കളുടെ ബാഗിലടക്കം നമുക്ക് കഞ്ചാവുകൾ എടുത്തു കാണിക്കാൻ സാധ്യമാവുകയാണ്. എന്തെന്ന് വെച്ചാൽ ഇന്നത്തെ കാലഘട്ടത്ത് അത്രത്തോളം അധപതിച്ചു കൊണ്ടുപോയിരിക്കുകയാണ് നമ്മുടെ വിദ്യാർത്ഥികൾ എന്നുള്ളത്. അല്ലാഹു തആല നമുക്ക് തന്ന വലിയ അനുഗ്രഹമാണ് ദീനി ചിട്ടയിലായി ഈ വേഷത്തിലൂടെ ഇൽമ പഠിക്കുക എന്നുള്ളത്. തങ്ങൾ ഉസ്താദ് അവറുകൾ മദ്ഹർ എന്ന സ്ഥാപനം ഉണ്ടാക്കിയത് തന്നെ ഈ നാട്ടിൽ, ഈ ദുനിയാവിൽ തന്നെ ഒരുപാട് വിദ്യാർത്ഥികൾ വളരണം, അവർ വലുതായി അള്ളാഹുവിൻ്റെ ദീനിന് നേതൃത്വം നൽകുന്നവരാവണം എന്നവർ ഒരേ ഒരു ഉദ്ദേശം കൊണ്ട് മാത്രമാണ്. സഹോദരന്മാരെ, നാം ഇന്നിവിടെ അൽക്കലം ഫെസ്റ്റ് എന്നുള്ളത് തങ്ങൾ ഉസ്താദിൻ്റെ ജീവിതകാലത്ത് തന്നെ തുടക്കം കുറിച്ച ഒരു സംരംഭമാണ്. തങ്ങൾ ഉസ്താദ് വളരെ സന്തോഷത്തോടു കൂടെയും ആവേശത്തോടു കൂടെയും കാണുകയും ചെയ്ത ഒരു പരിപാടിയും കൂടിയാണ് അൽക്കലം ഫെസ്റ്റ് എന്നുള്ളത്. ഇന്ന് ഇവിടെ നടക്കുന്ന ഈ വേദിയുടെ പ്രമേയം എന്നുള്ളത് അൽക്കലം 2K25 പ്രമേയം എന്നുള്ളത് ആർട്ടിസ്റ്റിക് ഗ്ലിംസസ് ഓഫ് പ്രൊഫറ്റിക് ലൈഫ്, തിരുനബിയുടെ ജീവിതത്തെ വായിക്കുക എന്ന പ്രമേയമനുസരിച്ച് പ്രമേയാടിസ്ഥാനമാക്കി ഇവിടെ വിഷയങ്ങൾ ചർച്ച ചെയ്യുകയാണ്. ആ വിഷയത്തിനനുസരിച്ച് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ജീവിതത്തെ പഠിക്കുകയും അവിടുന്ന് മനസ്സിലാക്കുകയും ചെയ്യുക എന്നുള്ള ഒരേ ഒരു ഉദ്ദേശമാണ് ഈ പ്രമേയയിലൂടെ ഉദ്ദേശിക്കുന്നത്. തിരുനബിയുടെ ഹിജ്റയുടെ കാൽപാദം പതിഞ്ഞ വിവിധ സ്ഥലങ്ങളും ബിഅറുൽ അരീസ്, ജബലുൽ ജുന്ദാൻ ഇതുപോലെയുള്ള
കലകളാണ് ഈ മതിലുകളിലൂടെ അലങ്കരിക്കൊണ്ടിരിക്കുന്നത്. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ കർത്തവ്യം ഈ വേദിയെ സ്വാഗതം അറിയിക്കുക എന്നുള്ളതാണ്. നമുക്ക് ഈ വേദിയിൽ ഉദ്ഘാടനം ചെയ്തു തരാൻ സയ്യിദ് ജലാലുദ്ദീൻ സയ്യിദ് അൽ ബുഖാരി തങ്ങൾ ഉസ്താദ് അവറുകൾ എത്തിയിട്ടുണ്ട്. ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ മറ്റ് ഉസ്താദന്മാരുണ്ട്. ഹസൻ സയ്യിദി ഉസ്താദ് അവറുകളെയും സുബൈർ സക്കാഫി ഉസ്താദ് അവറുകളെയും സിദ്ദീഖ് സയ്യിദി ഉസ്താദ് അവറുകളെയും സയ്യിദ് മുസ്തഫ തങ്ങൾ ഉസ്താദ് അവറുകളെയും റൌഫ് മിസ്ബായി ഉസ്താദ് അവറുകളെയും തയ്യബ് ഉസ്താദ് അവറുകളെയും അതുപോലെ റാഷിദ് ഉസ്താദ് അവറുകളെയും ഷംസ് ഉസ്താദ് അവറുകളെയും ആദരവോടെ ഈ വേദിയിലേക്ക്, അതുപോലെ തന്നെ മദനി ഉസ്താദ് അവറുകളെയും ആദരവോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിട. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. نبدأ حفلنا المبارك بتلاوة عطرة من آيات الذكر الحكيم. ندعو الآن محمد ياسر من صليا ليتلو علينا ما تيسر من كتاب الله العزيز. قراءة حافظ ياسر صليا، chairman Al-Qalam 2K25 committee. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الله نور السماوات والأرض، مثل نوره كمشكاة فيها مصباح، المصباح في زجاجة، الزجاجة كأنها كوكب دجي يوقد من شجرة مباركة زيتونة لا شرقية ولا غربية، ولو لم تمسسه نار، نور على نور، يهدي الله لنوره من يشاء، ويضرب الله الأمثال للناس، والله بكل شيء عليم. صدق الله العلي العظيم. السلام عليكم ورحمة الله. आज हम अल-कलम 2K25 के अजीमुल शान के आगाज पर हम पूरे अदब व एहतराम के साथ जनरल सेक्रेटरी सैयद जलालुद्दीन उस्ताद को दावत देते हैं कि वो मंच पर तशरीफ लाकर इफ्तिताही खिताब पेश फरमाए। Sayyida Jalaluddin Sayyidi Al-Bukhari Ustad inaugurated the function. Heartily welcome you, sir. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين
والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. كنتم خير أمة أخرجت للناس تأمرون بالمعروف وتنهون عن المنكر وتؤمنون بالله. صدق الله العلي العظيم. قال رسول الله صلى الله عليه وسلم: أحب الناس إلى الله أنفعهم للناس. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ മഹത്തായ ഫെസ്റ്റ് ആദ്യം മുതൽ അവസാനം വരെ അവൻ പൊരുത്തപ്പെടുന്ന രൂപത്തിൽ നടത്താൻ തൗഫീക്ക് നൽകട്ടെ. അവൻ അള്ളാഹു സ്വീകരിക്കുന്ന രൂപത്തിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കണ്ട് സന്തോഷിക്കുന്ന രൂപത്തിൽ നമ്മുടെ എല്ലാ പ്രോഗ്രാമുകളും പൂർത്തിയാക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ആമീൻ. ഫെസ്റ്റിൻ്റെ ലക്ഷ്യമെന്താണ്, അതിൻ്റെ പ്രാധാന്യവും ഇസ്ലാം അതിന് നൽകുന്ന പ്രോത്സാഹനവും അതുമായി ബന്ധപ്പെട്ട് അല്പം ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മളേത് പ്രോഗ്രാമുകളും പരിപാടികൾ നടത്തുകയാണെങ്കിലും അതിനൊരു വ്യക്തമായ ലക്ഷ്യം ഉണ്ടായിരിക്കണം. സ്കൂളുകളിലും ഭൗതിക കലാലയങ്ങളിലും മറ്റ് സംഘടനകളുടെ കീഴിലൊക്കെ മത്സരങ്ങൾ, ഫെസ്റ്റുകളൊക്കെ നടക്കാറുണ്ട്. പലർക്കും പല വിധത്തിലുള്ള ലക്ഷ്യങ്ങളായിരിക്കാം. മത്സരിച്ച് മുമ്പിലെത്തുക, വിജയം നേടുക, പ്രൈസ് നേടിയെടുക്കുക, സ്ഥാനം കിട്ടുക, ആസ്വാദനം, ആനന്ദം, ഇതൊക്കെയായിരിക്കും പലരുടെയും മുസാബക്കയിലൂടെയുള്ള ഫെസ്റ്റ് നടത്തുന്നതിലുള്ള ലക്ഷ്യം. എന്നാൽ ഒരു മതസ്ഥാപനത്തിൻ്റെ കീഴിൽ നടത്തുന്ന ഫെസ്റ്റ്, ഒരു മതവിദ്യാർത്ഥി എന്ന നിലക്ക് നമ്മൾ നടത്തുന്ന ഫെസ്റ്റ്, നമ്മുടെ ലക്ഷ്യം അതായിരിക്കാൻ പാടില്ല. മത്സരിച്ച് വിജയിക്കുക എന്നതല്ല നമ്മുടെ ലക്ഷ്യം, പ്രൈസ് നേടുക എന്നതല്ല. അതൊക്കെ സ്വാഭാവികമാണ്. മത്സരം നടക്കുമ്പോൾ ചിലർ മുമ്പിലെത്തും, ഫസ്റ്റിനും സെക്കൻഡിനൊക്കെ സമ്മാനം പ്രത്യേകമായി ലഭിക്കും. അതൊക്കെ ആ മത്സരത്തിൽ പങ്കെടുക്കാനുള്ള പ്രചോദനം മാത്രമാണ്. നമ്മളെ ലക്ഷ്യം അതല്ല. ഒരു മതവിദ്യാർത്ഥി എന്ന നിലക്ക് ഫെസ്റ്റ് കൊണ്ട് ലക്ഷ്യമാക്കേണ്ടത് എന്താണ്? നമ്മുടെ തഅലീമിൻ്റെ ലക്ഷ്യം, നമ്മുടെ തഅല്ലുമിൻ്റെ ലക്ഷ്യം പ്രധാനമായും രണ്ടെണ്ണമാണ്. ഒന്ന് തസ്കിയത്താണ്, മറ്റൊന്ന് ദഅവത്താണ്. നമ്മൾ എന്തിനാ പഠിക്കുന്നത്? നമ്മൾ നന്നാവാനാണ്, 1 നമ്പർ. പിന്നെന്തിനാണ്? മറ്റുള്ളവരെ നന്നാക്കാനാണ്. അപ്പോൾ തസ്കിയത്തും ദഅവത്തുമാണ് ഒരു മതവിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ പഠനത്തിൻ്റെ ലക്ഷ്യം. അതിൽ രണ്ടാമത്തെ ലക്ഷ്യം നിറവേറാൻ, ദഅവത്ത് എന്നുള്ള മഹത്തായ ലക്ഷ്യം അള്ളാഹു നമുക്ക് ഏൽപ്പിച്ചിട്ടുള്ള വലിയൊരു ഉത്തരവാദിത്തമാണ്. അപ്പോൾ അതിലേക്കുള്ള ഒരുക്കങ്ങളാണ്, പ്രാക്ടീസുകളാണ് ഇത്തരം ഫെസ്റ്റിലൂടെ നമ്മൾ ലക്ഷ്യമാക്കുന്നത്. അപ്പോൾ നമ്മളെ മെയിൻ ലക്ഷ്യം ദഅവത്ത് എന്നുള്ളതാണ്. ആ ലക്ഷ്യത്തിൻ്റെ മഹത്വം എന്താണോ അത് തന്നെയാണ് അതിനു വേണ്ടിയുള്ള ഒരുക്കങ്ങളുടെയും പ്രാക്ടീസുകളുടെയും മഹത്വം. ഇസ്ലാമിൻ്റെ പ്രധാനമായ ഒരു അടിസ്ഥാന തത്വമാണ് ലിൽ വസായിലി ഹുക്കുമുൽ മഖാസിദ്. ലക്ഷ്യത്തിന് എത്ര പ്രാധാന്യമുണ്ടോ അത്ര തന്നെ പ്രാധാന്യം മാർഗത്തിനുമുണ്ട്. അപ്പോൾ ദഅവത്താകുന്ന മഹത്തായ ലക്ഷ്യപൂർത്തീകരണത്തിന് ഇത്തരം മുസാഫക ഫെസ്റ്റുകൾ അനിവാര്യമാണ്.
വിശുദ്ധ ഖുർആൻ പറയുന്നു, കുന്തും ഖൈറ ഉമ്മ, നിങ്ങൾ ഉത്തമ സമുദായമാണ്. ഖൈർ എന്നുള്ള വേർഡ് ഏറ്റവും ടോപ്പിനെ സൂചിപ്പിക്കുന്നതാണ്. അപ്പോൾ ഈ സമുദായത്തെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിതാബായിട്ടാണ് വിശേഷിപ്പിക്കുന്നത്. നിങ്ങൾ ഉത്തമ സമുദായമാണ്. പക്ഷേ നിങ്ങൾ ഉത്തമ സമുദായമാകണമെങ്കിൽ ചില വിശേഷണങ്ങൾ നിങ്ങൾക്കുണ്ടാവണം. എന്താണ് ആ വിശേഷണം? ഉഖ്രിജത്തിൽ ഇന്നാസ്, ജനങ്ങൾക്ക് വേണ്ടി നിങ്ങൾ രംഗത്തിറങ്ങാൻ തയ്യാറാവണം. നമ്മളെ സ്വന്തം കാര്യം നോക്കി ഉൾവലിയുക, ആ ഒരു സ്വഭാവം നമുക്കുണ്ടായാൽ ഖൈറു ഉമ്മത്തിൽ നമ്മൾ പെടൂല. ഉഖ്രിജത്തിൽ ഇന്നാസ്, ജനങ്ങൾക്ക് വേണ്ടി നമ്മൾ രംഗത്തിറങ്ങുക. എന്തിനാണ് രംഗത്തിറങ്ങുന്നത്? തഅ്മുറൂന ബിൽ മഅറൂഫ് വതൻഹൗന അനിൽ മുൻകർ, നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും. ഇതാണല്ലോ ദഅവത്തിൻ്റെ ആകത്തുക. വതുഅ്മിനൂന ബില്ലാഹ്, അല്ലാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസം. അപ്പോൾ ഇങ്ങനത്തെ ഈ മഹത്തായ ഉത്തരവാദിത്വം, ദൗത്യം നിർവഹിക്കുന്നവരെ കുറിച്ച് വിശുദ്ധ ഖുർആൻ വിശേഷിപ്പിച്ച പേരെന്താണ്? ഖൈറു ഉമ്മ എന്നാണ്, ഉത്തമ സമുദായം എന്നാണ്. അപ്പോൾ ആ ഉത്തമ സമുദായത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിശേഷണമാണ് ദഅവത്ത് നടത്തുക എന്നുള്ളത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അഹബ്ബുന്നാസി ഇലല്ലാഹി അൻഫഉഹും ലിന്നാസ്, ജനങ്ങളെ കൂട്ടത്തിൽ അള്ളാഹുവിനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുകൾ അൻഫഉഹും ലിന്നാസ്, ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉപകാരം ചെയ്യുന്നവരാരോ അവരാണ് അള്ളാഹുവിനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുകൾ. ജനങ്ങൾക്ക് നമ്മൾ ചെയ്തു കൊടുക്കാനുള്ള ഉപകാരം എന്താണ്? ദുന്യവിയായ ഉപകാരങ്ങളുണ്ട്, ഉഖ്റവിയായ ഉപകാരങ്ങളുണ്ട്. ഒരാളെ ആഖിറത്തിൽ രക്ഷപ്പെടുത്തുക എന്നതാണ് ഏറ്റവും വലിയ ഉപകാരം. അപ്പം അതുകൊണ്ട് തന്നെ അള്ളാഹുവിനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വിഭാഗം, ഖൈറു ഉമ്മത്ത് എന്ന് വിശുദ്ധ ഖുർആൻ വിശേഷിപ്പിച്ച വിഭാഗം, ആ വിഭാഗത്തിൽ പെടണമെങ്കിൽ നമ്മുടെ ഉത്തരവാദിത്തമാകുന്ന ദഅവത്ത് ഭംഗിയായി നമ്മൾ നിർവഹിക്കണം. അത് നിർവഹിക്കണമെങ്കിൽ അതിന് പല ഒരുക്കങ്ങളും നമ്മൾ നടത്തേണ്ടതുണ്ട്, അതിന് പല വസീലകളുമുണ്ട്. അതാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പെട്ടെന്ന് ദഅവത്തിലേക്ക് ഇറങ്ങാൻ നമുക്ക് കഴിയില്ല. മഹാനായ കലീമുല്ലാഹി മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സംഭവം നമ്മൾ എടുത്തു നോക്കൂ നിങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഫിറഔന്റെ അടുക്കലേക്ക് ദഅവത്തിന് പോകാൻ വേണ്ടി കൽപ്പിക്കുകയാണ്. ഇദ്ഹബ് ഇലാ ഫിർഔൻ ഇന്നഹു തഗ, നിങ്ങൾ ഫിറഔന്റെ അടുക്കലേക്ക് പോകണം. രണ്ട് പ്രധാനപ്പെട്ട മുഅ്ജിസത്തുകൾ നൽകിക്കൊണ്ടാണ് പറയുന്നത്. വടിയിട്ടാൽ പാമ്പാകുന്ന മുഅ്ജിസത്തും കൈ പ്രകാശിക്കുന്ന മുഅ്ജിസത്തും നൽകിയിട്ട് അല്ലാഹു തആല പറയുന്നത് ഇദ്ഹബ് ഇലാ ഫിർഔൻ, ഫിറഔന്റെ അടുക്കലേക്ക് പോകണം, അവൻ്റെ ഖൗമിൻ്റെ അടുക്കലേക്ക് ദഅവത്തിന് വേണ്ടി പോകണം. ഇത് കേട്ടപ്പോൾ മഹാനായ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ഒന്ന് പതുങ്ങി. മുഅ്ജിസത്ത് നൽകിയിട്ടുണ്ട്, റിസാലത്ത് തെളിയിക്കുന്ന മുഅ്ജിസത്ത് ഉണ്ടായിട്ടും മഹാനവറുകൾ പോകാൻ തയ്യാറായില്ല. 7 ദിവസം കാത്തിരുന്നു എന്നാണ് തഫ്സീർ നോക്കിയാൽ കാണാം. എന്തേ കാരണം? ദഅവത്തിന് ഇനിയും പല ഒരുക്കങ്ങൾ നടത്തേണ്ടതുണ്ട്, അതിൻ്റെ പല വഴികളും നേടിയെടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് മഹാനവറുകൾ ചോദിക്കുകയാണ്. സൂറത്ത് ത്വാഹയിൽ കാണാം, റബ്ബിശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി വജ്അൽ ലി വസീറൻ മിൻ അഹ്ലി ഹാറൂന അഖി ഉസ്തുദ് ബിഹി അസ്രി വഅശ്രികുഹു ഫീ അംരി. നോക്കൂ നിങ്ങൾ, എന്തെല്ലാമാ ചോദിച്ച് നേടിയെടുക്കുകയാണ്. എന്തിനു വേണ്ടിയാണ്? ദഅവത്തിന് പോകാൻ വേണ്ടി. അപ്പോൾ ദഅവത്തിലേക്ക് നമ്മൾ ഇറങ്ങുമ്പോൾ പല തയ്യാറെടുപ്പുകളും നമ്മൾ നേടിയെടുക്കേണ്ടതുണ്ട്. നമ്മുടെ പ്രഭാഷണമാണെങ്കിലും നമ്മുടെ എഴുത്തുകളും നമ്മുടെ കവിതകളും ഗാനമൊക്കെ ദഅവത്തിൻ്റെ വസീലകളാണ്. അത് പരിപോഷിപ്പിക്കുക എന്നതാണ് ഈ മഹത്തായ ഫെസ്റ്റിലൂടെ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പരിവർത്തനമാണ് ഇന്ന് ലോകത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ജനങ്ങൾക്ക് ഏറ്റവും വലിയ ഉപകാരം നമ്മളെ കൊണ്ട് കിട്ടണം. അവരുടെ ധാർമ്മികമായ ജീവിതത്തിൽ, അവരുടെ
ആത്മീയമായ ഉയർച്ചയിലും വളർച്ചയിലുമൊക്കെ നമുക്ക് വലിയ പങ്ക് വഹിക്കാൻ കഴിയും ഇത്തരം നമ്മുടെ കലകളിലൂടെ. നമ്മുടെ പ്രഭാഷണങ്ങളാണെങ്കിലും എഴുത്തുകളാണെങ്കിലും ഒക്കെ വലിയ എഫക്റ്റ് ചെയ്യും. അതാണ് ഇതുകൊണ്ട് പ്രത്യേകമായി ലക്ഷ്യമിടുന്നത്. ഒരു മാറ്റം ജനങ്ങളിൽ, സമൂഹത്തിൽ നമുക്ക് ഉണ്ടാക്കി തീർക്കാൻ കഴിയണം. ഉഖ്രിജത്തിൽ ഇന്നാസ്, ജനങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ ഇറങ്ങേണ്ടത്. അവരിലൊരു മാറ്റമുണ്ടാകണം. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദഅവത്തിന്റെ, സ്വഹാബത്തിന്റെ ദഅവത്തിന്റെ ചരിത്രങ്ങൾ എടുത്തു നോക്കൂ നിങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയൊരു അനുഗ്രഹമായിട്ട് പറയുകയാണ്, ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീന ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം. അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങൾക്ക് നൽകിയ വലിയൊരു അനുഗ്രഹമായി അല്ലാഹു തആല എടുത്തു പറയാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നൽകിയത്. എന്താണ് അവിടുന്ന് നിർവഹിച്ച ദൗത്യം? എന്താണ്? യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മത വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചത് നമുക്കറിയാം ഡാർക്ക് ഏജിലാണ്. ഇരുണ്ട യുഗമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന, അധർമ്മങ്ങൾ മാത്രം നിറഞ്ഞു നിന്ന, പ്രകാശത്തിന്റെ ഒരു കണിക പോലും കാണാത്ത, ധർമ്മത്തിന്റെ, സത്യത്തിന്റെ, സമാധാനത്തിന്റെ, നീതിയുടെ ഒരു കണിക പോലും കാണാത്ത കറുത്ത യുഗത്തിലാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിക്കുന്നത്. എന്നിട്ട് അവിടുത്തെ സ്വഭാവം കൊണ്ടും അവിടുത്തെ സംസാരം കൊണ്ടും അവിടുത്തെ ദഅവത്ത് കൊണ്ട് മാറ്റിയെടുത്ത പരിവർത്തനം നോക്കൂ നിങ്ങൾ. വിശുദ്ധ ഖുർആൻ തന്നെ പറയാണ്, യുസക്കീഹിം, വലിയ പരിവർത്തനമാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ. ആ ഒരു വിഭാഗത്തെ ഇന്ന് ലോകത്ത് ഏറ്റവും ഉന്നത വിഭാഗമായി, അമ്പിയാക്കൾ കഴിഞ്ഞാൽ ഏറ്റവും ഉത്തമ വിഭാഗമായ സ്വഹാബത്തെ എന്നുള്ള മഹത്തായ പദവിയിലേക്ക് അവരെത്തിയത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദഅവത്തിന്റെ പരിവർത്തനമായി ഉണ്ടായി തീർന്നതാണ്. ഹിജ്റ നമുക്കറിയാം, അത് വലിയൊരു വഴിത്തിരിവാണ്. വിശുദ്ധ ഇസ്ലാമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചരിത്ര സംഭവമാണ് ഹിജ്റ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് പോയപ്പോൾ നമുക്കറിയാം, നമ്മളൊക്കെ ചരിത്രത്തിൽ പഠിച്ചിട്ടുണ്ട്, മദീനയിലെ യഥ്രിബ് എന്നാണ് പഴയ പേര്. അവിടെ ഔസ് ഖസ്റജ് എന്ന് പറയുന്ന രണ്ട് വിഭാഗം ആളുകൾ ഏകദേശം 140 കൊല്ലത്തോളം നീണ്ട പോരാട്ടത്തിലായിരുന്നു. പ്രശ്നങ്ങൾ മാത്രമാണ് അവർക്കിടയിൽ. ഒരു യോജിപ്പുമില്ലാതെ നീണ്ട 140 വർഷം പിന്നിട്ടപ്പോഴാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹിജ്റ നടക്കുന്നത്. ആ ഹിജ്റ പോയ ഉടനെ എന്ത് സംഭവിച്ചു? അവിടുന്ന് കൊടുത്ത ആദ്യത്തെ ഉപദേശം അഫ്ശുസ്സലാം വഅതിമുത് തആം സിലുൽ അർഹാം സല്ലൂ ബില്ലൈലി വന്നാസു നിയാം തദ്ഖുലുൽ ജന്നത ബിസലാം. 4 ഉപദേശമാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് പോയ സമയത്ത് ആദ്യമായി നൽകിയിട്ടുള്ളത്. ആ ഉപദേശത്തിന്റെ എഫക്റ്റ് നോക്കൂ നിങ്ങൾ. ആ ഒരു പ്രഭാഷണത്തിന്റെ ഫലം നോക്കൂ നിങ്ങൾ. നീണ്ട 140 കൊല്ലം വെറും ഫൈറ്റിംഗ് നടത്തി വളരെ വിദ്വേഷത്തിൽ ജീവിച്ച ആ ഔസ് ഖസ്റജ് എന്ന് പറയുന്ന വിഭാഗം ഒറ്റ മനസ്സിന്റെ ഉടമകളായി മാറി എന്ന് മാത്രമല്ല, വിശുദ്ധ ഖുർആൻ അവരെ വിശേഷിപ്പിച്ചത് എന്താണെന്നറിയോ? അൽ അൻസാർ. അൽ അൻസാർ. നേരത്തെ പറഞ്ഞ ഡാർക്ക് ഏജിലുള്ള അവരെ വിശേഷിപ്പിച്ചത് അൽ മുഹാജിറൂൻ. വിശുദ്ധ ഖുർആൻ എടുത്ത് പറയാ, ഇന്ന് അവരെ പേര് കേൾക്കുന്ന സമയത്ത് റളിയല്ലാഹു അൻഹും എന്ന് ചെല്ലുന്ന പദവിയിലേക്ക് മനപരിവർത്തനം, വിപ്ലവം സൃഷ്ടിച്ചത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദഅവത്തിലൂടെയാണ്. സഹാബത്തിലേക്ക് കടന്നാൽ, താബിയിലേക്ക് കടന്നാൽ, ഞാൻ ദീർഘമായ അതിലേക്ക് സംസാരിക്കുന്നില്ല. നമ്മുടെ മഹാന്മാരായ അയിമ്മത്ത് അവരുടെ ഗ്രന്ഥരചന നിങ്ങൾ എടുത്തു നോക്കൂ നിങ്ങൾ. അവരുടെ ഏറ്റവും വലിയൊരു കലയാണ് തസ്നീഫ് എന്നുള്ളത്. എത്ര ആളുകളെയാണ് തസ്കിയത്ത് ചെയ്തിട്ടുള്ളത് മഹാന്മാരുടെ ഗ്രന്ഥങ്ങളിലൂടെ, അവരുടെ ഉപദേശങ്ങളിലൂടെ. ഔലിയാക്കൾ എടുത്തു നോക്കൂ നിങ്ങൾ. മഹാനായ ഖുത്ബുൽ അഖ്താബ് ഗൗസുൽ ആദം ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹു, മഹാനായ സുൽത്താനുൽ ആരിഫീൻ അഹ്മദുൽ കബീർ റിഫായി ഖദ്ദസല്ലാഹു സിർറഹു, അവരുടെ പ്രഭാഷണങ്ങളിലൂടെ, അവരുടെ ദഅവത്തിലൂടെ എത്ര ആളുകളെയാണ് തസ്കിയത്ത് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. നമ്മുടെ ഒരു പ്രഭാഷണമാണെങ്കിൽ, നമ്മുടെ ഒരു എഴുത്താണെങ്കിൽ, നമ്മുടെ ഒരു ലേഖനമാണെങ്കിൽ, ഒരു കവിതയാണെങ്കിൽ, ഒരു ഗാനമാണെങ്കിലും
അതുകൊണ്ട് ഒരാത്മീയമായ ഒരു ചൈതന്യം, ഒരു മാറ്റം, ഒരു ധാർമ്മികമായ ഒരു വിപ്ലവം അതിലൂടെ നമുക്ക് സൃഷ്ടിക്കാൻ കഴിയണം. അപ്പോഴാണ് നമ്മൾ ഇതിലൂടെ വിജയിക്കേണ്ടത്, നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമ്മൾ എത്തുന്നത്. പിൽക്കാലത്ത് നമുക്കറിയാം, നമ്മുടെ ഉലമാവിനെ തന്നെ നിങ്ങൾ എടുത്തു നോക്കൂ. നിങ്ങൾ അവരെ കലകളെ കൊണ്ട് എന്തെല്ലാം വിപ്ലവമാണ് അവർ സൃഷ്ടിച്ചിട്ടുള്ളത്. അഭിവന്ദ്യരായ നൂറുൽ ഉലമാ ശൈഖുനാ ഉസ്താദ് അവറുകൾ, അല്ലാഹു അവിടുത്തെ ദർജ ഉയർത്തി കൊടുക്കട്ടെ. നമുക്കറിയാം, മലയാളത്തിലും അറബിയിലും ഉറുദുലുമായി 40ഓളം ഗ്രന്ഥങ്ങൾ രചിച്ച മഹാനാണ്. ആയിരക്കണക്കിന് 1000ഓളം ലേഖനങ്ങൾ എഴുതിയ മഹാനാണ്. ഉസ്താദ് അവറുകളുടെ ഒരൊറ്റ ലേഖനത്തിന്റെ പവർ നോക്കൂ നിങ്ങൾ. ഇന്ന് കാണുന്ന മദ്രസ പ്രസ്ഥാനം ആ ലേഖനത്തിന്റെ ഫലമാണ്. ഇന്ന് കേരളത്തിലും കർണാടകയിൽ മാത്രമല്ല, ഇന്ത്യയിലെ ഏകദേശം എല്ലാ സ്റ്റേറ്റുകളിലും GCC കൺട്രികളടക്കം പടർന്ന് പന്തലിച്ച് ഏകദേശം 10 ലക്ഷത്തോളം വിദ്യാർത്ഥികൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ വിദ്യാഭ്യാസ ബോർഡിന്റെ കീഴിലുള്ള മദ്രസകൾ എവിടുന്ന് തുടക്കം കുറിച്ചതാണ്? നൂറുൽ ഉലമാ ഉസ്താദ് അവറുകളുടെ ഒരൊറ്റ ലേഖനമാണ്. മതവിദ്യാഭ്യാസം എന്ന ഹെഡിങ്ങിൽ ഉസ്താദ് എഴുതിയ ലേഖനത്തിന്റെ പവറാണ്. മറ്റാലിമീങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇനി സാധാരണ പ്രവർത്തകയിലേക്ക് നമ്മൾ ഇറങ്ങി വരും. ഓഹാലിദിനെ പരിചയമില്ലാത്തവരാരാ ഉള്ളത്? ഈ കഴിഞ്ഞ സാദിയ സമ്മേളനത്തിൽ ബഹുമാനപ്പെട്ട ഉബൈദ് ഉസ്താദ് അവറുകൾ സംസാരിക്കുമ്പോൾ ഉസ്താദിൻ്റെ ഒരു അനുഭവം പറയുകയുണ്ടായി. ഓഹാലിദിനെ കുറിച്ച്, ഓർമ്മകളിലെ ഓഹാലിദ്. അത് വായിക്കാത്തൊരു സുന്നി പ്രവർത്തകരും ഉണ്ടാവുകയില്ല. ഉസ്താദിൻ്റെ വീട്ടിലേക്ക് 2 അതിഥികൾ വന്നു. ഒന്ന് കുടുംബത്തിൽപ്പെട്ട ഒരാളാണ്, മറ്റേതൊരു കൂട്ടുകാരനാണ്. അങ്ങനെ സിറ്റൗട്ടിൽ വന്നിരുന്നു. അവർക്ക് ചായ കൊടുക്കാൻ വേണ്ടി നോക്കുമ്പോൾ ഈ കുടുംബത്തിൽപ്പെട്ട ആൾ ഉള്ളിലേക്ക് ഉസ്താദിൻ്റെ അടുക്കിലേക്ക് വന്ന് പറഞ്ഞു, ഒരു ചായ മതി. അതെന്താ? മറ്റേ ആൾക്ക് നോമ്പുണ്ട്, തിങ്കളാഴ്ച ദിവസമാണ്. ഉസ്താദ് അത്ഭുതപ്പെട്ടു പോയി. കാരണം മറ്റേ ആളെ ചെറിയ നിലക്ക് പരിചയമുണ്ട്. അദ്ദേഹം വലിയൊരു റൗഡിയായിരുന്നു, അറിയപ്പെട്ട റൗഡിയായിരുന്നു, വളരെ മോശപ്പെട്ട ജീവൻ നയിക്കുന്ന ഒരാളായിരുന്നു. അയാളെക്കുറിച്ചാണ് പറഞ്ഞത്, അയാൾ നോമ്പ് തോറ്റിട്ടുണ്ട്. സുന്നത്ത് നോമ്പെടുത്താണ് അയാൾ വന്നത്. അത്ഭുതപ്പെട്ട് ചോദിച്ചല്ല, അദ്ദേഹം നോമ്പ് തോൽക്കും. ഇങ്ങനൊരു പരിവർത്തനം അദ്ദേഹത്തിന് വരാനുള്ള കാരണം എന്താണ്? അപ്പോൾ ഈ കുടുംബക്കാരനാൾ പറഞ്ഞു, ഒന്നുമല്ല, ഓർമ്മകളിലെ ഓഹാലിദ് വായിച്ച ശേഷം അദ്ദേഹമാകെ അടിമുടി മാറ്റം വന്നു. നോക്കൂ നിങ്ങൾ, ഓഹാലിദ് എന്ന് ഖബറിൽ കിടക്കുന്ന ഓഹാലിദാണ് ഒരു തമ്മാടിയെ നന്നാക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ജീവിത ചരിത്രം എഴുതിയിട്ടുള്ള ആ പുസ്തകം വായിച്ചുകൊണ്ട് ഒരാൾക്ക് പരിവർത്തനം വരണമെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. പുസ്തകങ്ങളുടെ, ലേഖനങ്ങളുടെ, പ്രഭാഷണങ്ങളുടെ എഫക്റ്റാണ്, പരിവർത്തനമാണ് ജനങ്ങളിൽ ഉണ്ടാക്കി തീർക്കുന്ന മാറ്റം. മുമ്പ് ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്, മഹാനായ PMK ഉസ്താദ് അവറുകൾ, അല്ലാഹു അവർക്ക് ദർജ ഉയർത്തട്ടെ. 1000ഓളം ആളുകൾ ഉസ്താദിലൂടെ പരിശുദ്ധ ഇസ്ലാം പുൽകിയിട്ടുണ്ട്. ഉസ്താദിൻ്റെ ഒരു ലേഖനം നമ്മുടെ റിസാലയിൽ വന്നു, മലയാളത്തിൽ വന്നു. ആ മലയാളത്തിലുള്ള ലേഖനം കർണാടകയിലെ ഇഷാറയിൽ കന്നഡ ഭാഷയിൽ വന്നു. ആ ലേഖനം വായിച്ച ഒരു സ്ത്രീ, അമുസ്ലിം സ്ത്രീ, പരിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ്. നോക്കുക, നമ്മുടെ എഴുത്തുകളും നമ്മുടെ കലകളുമൊക്കെ അതിനായിരിക്കണം. മനുഷ്യ മനസ്സിന് പരിവർത്തനം ഉണ്ടാക്കണം. വിശുദ്ധ ഖുർആൻ കലകളെക്കുറിച്ച് ധാരാളം പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം, നമ്മുടെ പദ്യമാണെങ്കിലും നമ്മുടെ പാട്ടുകളാണെങ്കിലും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു പാട്ടിനെ കുറിച്ച്, അതിൻ്റെ ആത്മീയ വശങ്ങൾ, അതിനാലുണ്ടായിത്തീരുന്ന മാറ്റങ്ങൾ നമുക്കറിയാം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ചുള്ള മദ്ഹിൻ്റെ, നല്ല നല്ല മദ്ഹിൻ്റെ വരികൾ നമ്മൾ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സ് പൊട്ടിപ്പോകും. അവിടത്തോട് കൂടുതൽ മഹബത്ത് വർദ്ധിക്കും. ആ വരികളുടെ പവറാണ്. അള്ളാഹുവിനെ കുറിച്ചുള്ള ആത്മീയമായ സൂഫി സോങ്ങുകൾ കേൾക്കുന്ന സമയത്ത് അള്ളാഹുവിനോടുള്ള മഹബത്ത് നമുക്ക് വർദ്ധിക്കും. അതിനായിരിക്കണം നമ്മുടെ കലകൾ ഉപയോഗിക്കേണ്ടത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ ഒരു പാട്ടിനെ കുറിച്ച് പറഞ്ഞു. ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അസ്തഖു കലിമത്തിൻ ഖാലഹ ശായിർ. ഒരു പാട്ടുകാരൻ പാടിയ ഏറ്റവും സത്യസന്ധമായ ഒരു പാട്ട് ഏതാണെന്നറിയോ?
അലാ കുല്ലു ശൈഇൻ മാ ഖലഖല്ലാഹ ബാത്തിലു വകുല്ലു നഈമിൻ ലാ മഹാലത സഈദ്. എന്തൊരർത്ഥമുള്ള വരിയാണ്. അല്ലാഹു അല്ലാത്ത എല്ലാം നശിക്കും, എല്ലാം നീങ്ങിപ്പോകും, എല്ലാ സുഖങ്ങളും അവസാനിക്കും. അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്ന ആത്മീയമായ ചൈതന്യമുണ്ടാക്കുന്ന വരി ആ ലബീദ് ബിൻ റബിയ എന്ന് പറയുന്ന ആ പാട്ടുകാരൻ പാടിയ പാട്ടിനെ കുറിച്ച് ആ ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം. അസ്തഖു കലിമത്തിൻ, സത്യസന്ധമായ വാക്കാണ് അദ്ദേഹം പാടിയിട്ടുള്ളത്. ഹസ്സാൻ ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി ബിൻ റവാഹ റളിയല്ലാഹു അൻഹു, കഅബ് ബിൻ സുഹൈർ റളിയല്ലാഹു അൻഹു, കഅബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു, എത്ര ഗായകന്മാരാണ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുള്ളത്. അപ്പോൾ ഈ കലകളെല്ലാം നമ്മുടെ പ്രഭാഷണമാണെങ്കിലും, നമ്മുടെ പദ്യമാണെങ്കിലും, നമ്മുടെ കവിതകളാണെങ്കിലും, നമ്മുടെ വരികളും ലേഖനങ്ങളും എല്ലാം ദഅവത്തിന്റെ വസീലയാണ്. അതിനാൽ ജനമനസ്സുകളിൽ പരിവർത്തനമുണ്ടാക്കണം. ആ പരിവർത്തനത്തിൻ്റെ ഫലമാണ് നമുക്കറിയാം. ഇന്ന് ഈ ഒരാഴ്ച മുമ്പ് നമ്മൾ സിറാജിൽ ഒരു ലേഖനം വായിച്ചിട്ടുണ്ടാകാം. ഇസ്രായേലിൽ നിന്ന്, ജയിലിൽ നിന്ന് മോചിതനായ ഫലസ്തീനിയുടെ ഒരു ലേഖനം കഴിഞ്ഞ ആഴ്ച സിറാജിൽ വന്നു. എന്തേ വന്നത്? കൊല്ലങ്ങളോളം അദ്ദേഹം തടവറയിലാണ്. അദ്ദേഹം ഒരു പത്രപ്രവർത്തകനാണ് എന്ന് മാത്രമല്ല നല്ല ലേഖനം എഴുതുന്ന, നല്ല പുസ്തകം എഴുതുന്ന ഒരാളും കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകം ഈ അടുത്ത് അദ്ദേഹം ജയിലിലുള്ള സമയത്ത് പ്രസിദ്ധീകരിക്കപ്പെട്ട സമയത്ത് അദ്ദേഹത്തിന് മർദ്ദനം വർദ്ധിച്ചു എന്നാണ്. വല്ലാതെ അദ്ദേഹത്തെ മർദ്ദിച്ചു അദ്ദേഹത്തിൻ്റെ പുസ്തകം പ്രകാശനം ചെയ്തപ്പോൾ. എന്താ കാരണം? ഫാസിസത്തിന് പിടിക്കൂല. ഇസ്രായേലിന്റെ അധർമ്മങ്ങൾക്കെതിരെ, അക്രമങ്ങൾക്കെതിരെ അദ്ദേഹത്തിന്റെ ആ പുസ്തകങ്ങൾ, ആ വരികൾ അവരെ വല്ലാതെ എഫക്റ്റ് ചെയ്തതിന്റെ ഫലമാണ് അദ്ദേഹത്തിന്റെ അക്രമം വർദ്ധിച്ചിട്ടുള്ളത്. എത്ര ലേഖകന്മാരെ, പുസ്തകന്മാരെ, പത്രപ്രവർത്തകരെ ഈ അടുത്തായി വധിക്കപ്പെട്ടിട്ടുണ്ട്. എന്താണ് ഇതൊക്കെ വിളിച്ചു പറയുന്നത്? നമ്മുടെ വരികൾക്ക്, നമ്മുടെ ലേഖനങ്ങൾക്ക്, നമ്മുടെ പുസ്തകങ്ങൾക്ക് ചാട്ടുളിയേക്കാൾ പവറുണ്ട് എന്നാണ്. മനുഷ്യ മനസ്സിനെ മാറ്റിമറിക്കാൻ നമ്മുടെ കലകൾ അതിനു വേണ്ടിയായിരിക്കണം. അള്ളാഹുവിലേക്ക് മനുഷ്യരെ അടുപ്പിക്കാനായിരിക്കണം. മനുഷ്യ മനസ്സിനെ പരിവർത്തനത്തിലേക്ക്, മാറ്റത്തിലേക്ക്, വലിയ വിപ്ലവം സൃഷ്ടിക്കുന്ന കലകളായി മാറണം. അതായിരിക്കണം നമ്മുടെ ഈ ഫെസ്റ്റിന്റെ ലക്ഷ്യം. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ പൊരുത്തപ്പെടുന്ന രൂപത്തിൽ, അള്ളാഹുവിൻ്റെ ദീനിന് ഉപകാരപ്പെടുന്ന രൂപത്തിൽ നമ്മുടെ കഴിവുകളൊക്കെ വളർത്താനും പരിപോഷിപ്പിക്കാനും അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ. ലക്ഷങ്ങൾ മുടക്കിയിട്ടാണ്, വളരെയധികം കഠിനാധ്വാനത്തോടു കൂടിയാണ് നമ്മുടെ വിദ്യാർത്ഥികൾ ഇത് നടത്തുന്നത്. ഇതിനു വേണ്ടി സഹകരിച്ച നാട്ടിലും പരിസര മറ്റ് നാടുകളിലൊക്കെ ഉള്ള ധാരാളം ആളുകളുണ്ട്. അവർക്കൊക്കെ ഇത് വലിയ ഫലം കിട്ടണം. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബത്ത് വർദ്ധിക്കാനും അവിടുന്ന് നമുക്ക് ഏൽപ്പിച്ചിരുന്ന വലിയ ദഅവത്താകുന്ന മഹത്തായ ദൗത്യം നിർവഹിക്കാൻ ഇത് വലിയൊരു സബബായി മാറും. അല്ലാഹു തആല രൂപത്തിൽ കബൂൽ ചെയ്യുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് ഈ വരുന്ന വ്യാഴാഴ്ച 13-ാം തീയതി ഇൻഷാ അല്ലാഹ് നമുക്കറിയാം, ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹിജ്റയുടെ വഴികൾ എന്ന് പറയുന്ന മഹത്തായ ഇസ്ലാമിലെ ചരിത്രത്തിൽ വളരെ പ്രാധാന്യമുള്ള ഹിജ്റയെക്കുറിച്ചുള്ള വളരെ വിശദമായ ഒരു പഠനം ബഹുമാനപ്പെട്ട ഫാറൂഖ് നഈം ഉസ്താദിൻ്റെ നേതൃത്വത്തിൽ നടക്കുകയാണ്. അൽഹംദുലില്ലാഹ് നമുക്ക് ആ ഹിജ്റയുടെ വഴികൾ നേരിട്ട് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോയ വഴികളൊന്നും കാണാൻ നമുക്ക് ഭാഗ്യം ലഭിച്ചിട്ടില്ല. ഇവര് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 14 ദിവസം അല്ലെങ്കിൽ 15 ദിവസം കൊണ്ടാണ് മക്കയിൽ നിന്ന് മദീനയിലേക്കുള്ള ആ ഹിജ്റ വഴി നടത്താൻ വേണ്ടി എടുത്തിട്ടുള്ളൊരു ദിവസം. അത്രയും ദിവസങ്ങൾ എടുത്തുകൊണ്ട് ഇവർ സഞ്ചരിച്ചുകൊണ്ട് ആ വഴികളെല്ലാം ഒപ്പിയെടുത്ത് ആ ഹിജ്റ പോയ വഴികളെല്ലാം കാണിച്ചുകൊണ്ട്, ചരിത്ര സംഭവങ്ങളും അത്ഭുതങ്ങളെല്ലാം കാണിച്ചുകൊണ്ടുള്ള ആ മഹത്തായ ഹിജ്റ എക്സ്പെഡിഷനാണ് ഇൻഷാ അല്ലാഹ് വരുന്ന വ്യാഴാഴ്ച 13-ാം തീയതി ഉപ്പള ഹാളിൽ വെച്ച് നടക്കുന്നത്. പരമാവധി ആളുകൾ, കുറഞ്ഞ സീറ്റുകൾ മാത്രമാണുള്ളത്, പരമാവധി അത് ഉപയോഗപ്പെടുത്തി അതിലൊരു പങ്കാളിയാവാൻ ശ്രമിക്കണമെന്നും കൂടെ ഓർമ്മപ്പെടുത്തി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന മഹത്തായ വാക്യത്തിൽ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ടീം ലീഡർമാർ ശ്രദ്ധിക്കുക.
ജനറൽ വിഭാഗത്തിൻ്റെ ഗ്രൂപ്പ് സോങ് കാറ്റഗറി ബി, ചെസ് നമ്പർ 708, 808, 914. Report immediately on your green room and collect your code letters. Now we arrive at the moment everyone has been looking forward to, a moment that adds dignity and depth to this remarkable gathering. It is our honor and privilege to invite the distinguished president of this session to deliver the presidential address. With great respect, we cordially invite Ustad Hassan Saidi Al-Aflali to deliver the presidential address. അധ്യക്ഷ പ്രസംഗം നടത്തുന്നതിന് വേണ്ടി മദ്ഹർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇസ്ലാമിക് ദാവയുടെ അഡ്മിനിസ്ട്രേറ്റർ ഹസൻ സൈദി അൽ-അഫ്ലലി ഉസ്താദിനെ വളരെ സ്നേഹാദരവോടുകൂടി സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അശ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അൽഫായിസിന ബിറളില്ലാഹി അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വൽതകും മിൻകും ഉമ്മത്തുൻ യദ്ഊന ഇലൽ ഖൈരി വയഅ്മുറൂന ബിൽ മഅറൂഫി വയൻഹൗന അനിൽ മുൻകർ വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. സദഖല്ലാഹു മൗലാനൽ അദീം. ആദരണീയരായ നമ്മുടെ ആത്മീയ നേതൃത്വം സയ്യിദ് ജലാലുദ്ദീൻ സഅദി അൽ ബുഖാരി, അതുപോലെ സയ്യിദ് മുസ്തഫ സിദ്ദീഖി, ബഹുമാനപ്പെട്ട മദനി ഉസ്താദ്, മറ്റു നമ്മുടെ വേദിയിൽ അണിനിരന്ന മദ്ഹറിലെ ശരീഅത്ത് കോളേജ് ദഅവ, ജൂനിയർ ദഅവ അടക്കമുള്ള സ്ഥാപനങ്ങളിലെ ഉസ്താദുമാർ, മറ്റു സംഘടനാ നേതാക്കൾ, പ്രവർത്തകർ, പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സംഗമം നമ്മിൽ നിന്ന് കബൂൽ ചെയ്തു. ഇതിനൊക്കെ കാരണക്കാരനായ, ഈ സ്ഥാപനത്തെ നട്ടുവളർത്തി നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചു തന്ന മഹാനായ ഷെയ്ഖുന തങ്ങൾ ഉസ്താദിൻ്റെയും അവിടുത്തെ കുടുംബ പരമ്പരയിലെ പിതാമഹന്മാർ തുടങ്ങിയവരുടെയൊക്കെ ഹദറത്തിലേക്ക് അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ. വിശിഷ്യ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളടക്കമുള്ള എല്ലാ അംബിയാ സ്വാലിഹീങ്ങളുടെ ഹദറത്തിലേക്ക്, ഈ സ്ഥാപനത്തെ സ്നേഹിച്ച, ഇതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്ത ഉസ്മാൻ ഹാജി അടക്കമുള്ള നമ്മുടെ ഉമറാഇൻ്റെ ഹദറത്തിലേക്ക് അള്ളാഹു ഇതിൻ്റെ പ്രതിഫലം എത്തിച്ചു കൊടുക്കട്ടെ. നാളെ ജന്നാത്തുൻ നഈമിൽ അവരോടൊപ്പം ഒത്തുചേരാൻ അല്ലാഹു തആല ഈ സദസ്സ് നമുക്ക് കാരണമാക്കട്ടെ. ആമീൻ. മദ്ഹർ ഫെസ്റ്റ് 2025 അതിൻ്റെ ഉദ്ഘാടന വേദിയിലാണ് നമ്മൾ ഒത്തുചേർന്നിരിക്കുന്നത്. മഹാനായ ജലാൽ ഉസ്താദ് വിശദമായി ഇതിൻ്റെ ഉദ്ദേശങ്ങളും ലക്ഷ്യങ്ങളും നമ്മൾ നിർവഹിക്കേണ്ട വിഷയങ്ങളും ഈ ഒരു സംഗമം കൊണ്ട് ലക്ഷ്യമാക്കേണ്ടതും എല്ലാം നമ്മുടെ വിദ്യാർത്ഥികൾക്ക് വ്യക്തമായി പഠിപ്പിച്ചു തന്നു. അല്ലാഹു തആല ഖബൂൽ ചെയ്യട്ടെ. ഉസ്താദിന് അല്ലാഹു ആഫിയത്ത് നൽകട്ടെ. നമ്മുടെ എല്ലാ സാദാത്തുക്കളും ഉസ്താദുമാർക്കൊക്കെ അല്ലാഹു തആല ബറക്കത്തും ആഫിയത്തും നൽകട്ടെ. ആമീൻ. നമ്മൾ വർഷാവർഷം നടത്തി വരുന്ന ഈ മഹത്തായ ഫെസ്റ്റ്, ഉസ്താദ് പറഞ്ഞതുപോലെ ലക്ഷങ്ങൾ മുടക്കിക്കൊണ്ട് നടത്തുന്ന ഈ മഹത്തായ പരിപാടി, ഇത് കേവലം ഒരു ചടങ്ങായി ഒതുങ്ങാതെ നമ്മുടെ ഭാവി ജീവിതത്തെ നിശ്ചയിക്കുന്ന, നമ്മളെ എന്തൊരു ലക്ഷ്യത്തിന് വേണ്ടിയാണോ
ഈ സ്ഥാപനത്തിൽ നമ്മുടെ പേരൻസ് ചേർത്തിരിക്കുന്നത്. ആ ഒരു ഉദ്ദേശ ലക്ഷ്യം പൂർത്തീകരിക്കാൻ, ആ സ്വപ്നം സാക്ഷാത്കരിക്കാൻ ഇത് ഉപകാരപ്പെടണം എന്ന രീതിയിൽ നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് ആവണം ഇതിനെ നമ്മൾ അഭിമുഖീകരിക്കേണ്ടത്. അപ്പോൾ മാത്രമേ ഇതുകൊണ്ട് നമുക്ക് പ്രയോജനം ഉണ്ടാവുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ നമ്മോട് പഠിപ്പിക്കുന്നു, വൽതകും മിൻകും ഉമ്മത്തുൻ യദ്ഊന ഇലൽ ഖൈർ, നന്മയിലേക്ക് ക്ഷണിക്കുന്ന ഒരു വിഭാഗം ആളുകൾ നിങ്ങളിൽ നിന്ന് ഉണ്ടാവട്ടെ. യഅ്മുറൂന ബിൽ മഅറൂഫി വയൻഹൗന അനിൽ മുൻകർ, അവർ നല്ലത് പഠിപ്പിക്കുന്നു, ചീത്ത അവർ വിരോധിക്കുന്നു. ആളുകളോട് നന്മ കൽപ്പിക്കുകയും ചീത്ത വിരോധിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹം, ഒരു വിഭാഗം, എല്ലാവരെ കൊണ്ടും അതാവില്ല. അതുകൊണ്ടാണ് മിൻകും ഉമ്മത്തുൻ, നിങ്ങളിൽ നിന്ന് ഒരു സമുദായം, ഒരു സമൂഹം ഉണ്ടാവണം. എല്ലാവരും അങ്ങനെ ആവുക എന്നത് ഒരിക്കലും നടക്കുന്ന പ്രായോഗിക വിഷയമല്ല. അപ്പം അതിനുവേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികളാണ് നമ്മൾ. അവരുടെ മഹത്വം എന്താണ്? അതാണ് ഖുർആൻ അവസാനം പറയുന്നത്, വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവരാണ് വിജയികൾ. ആ വിജയിച്ച ആളുകളാണ് നമ്മൾ. എപ്പോ നമ്മളെ കൊണ്ട് സമൂഹത്തിന് ഗുണം ലഭിക്കുന്ന രീതിയിലുള്ള ദഅവത്ത് ഉണ്ടാകുമ്പോഴാണ്. അപ്പം അതുകൊണ്ട് ഈ വിദ്യാർത്ഥികൾ ഭാവിയിൽ മഹല്ലിലും സ്ഥാപനങ്ങളിലും മറ്റു പല മേഖലകളിലും ദീനെത്തിപ്പെടാത്ത പ്രദേശങ്ങളിലും ദഅവത്ത് നടത്തേണ്ടവരാണ്. ഇന്ന് നമ്മൾ കാണുന്ന പല പ്രഭാഷകരും എഴുത്തുകാരും അവർ നമ്മളെപ്പോലെ ഈ വഴിയിലൂടെ, ഫെസ്റ്റിലൂടെ, സമാജത്തിലൂടെ പ്രസംഗിച്ചും പാട്ടുപാടിയും കവിതാലപിച്ചും എഴുത്തുകൾ എഴുതിയും പ്രബന്ധം അവതരിപ്പിച്ചും കടന്നു വന്നവരാണ്. ഇന്ന് അവർ സമുദായത്തിന് ദഅവത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നു. പലരും പ്രഭാഷണങ്ങളിലൂടെ, ചില ആളുകൾ എഴുത്തുകളിലൂടെ, മറ്റു പലരും പല വഴികളിലൂടെ, മറ്റു ചിലർ ദീന് എത്തിപ്പെടാത്ത ഇന്ത്യയിലെ പല ഭാഗങ്ങളിലും പോയി അവിടെയുള്ള ആളുകൾക്ക് നേരിട്ട് ഫീൽഡ് വർക്ക് ചെയ്തുകൊണ്ട് ദഅവത്ത് നടത്തുന്നു. അപ്പം അതിനൊക്കെ നേതൃത്വം നൽകേണ്ടവർ ഭാവിയിൽ നമ്മളാണ്. അപ്പം അതിനുള്ള വഴി എന്താണ്? അതെങ്ങനെ നമുക്ക് ചെയ്യാൻ കഴിയും? അപ്പം നമ്മുടെ ഉള്ളിൽ ഒളിച്ചിരിക്കുന്ന കലകളെ പുറത്തു ചാടിക്കുക എന്നതാണ് ഈ ഒരു ഫെസ്റ്റിൻ്റെ ലക്ഷ്യം. അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു ലക്ഷ്യം പൂർത്തീകരിക്കണമെങ്കിൽ നമ്മൾ ഇതിനു വേണ്ടി നന്നായി പഠിച്ച് വിഷയങ്ങൾ അവതരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കണം. നമ്മൾ പ്രസംഗിക്കുന്ന പ്രഭാഷണമാണെങ്കിലും വയലാണെങ്കിലും പ്രബന്ധമാണെങ്കിലും ഏത് വിഷയമാണെങ്കിലും അത് പഠിച്ചു വെച്ച് അവതരിപ്പിച്ച് അത് ഭാവിയിൽ എനിക്ക് ദഅവത്തിൻ്റെ മേഖലയിൽ ഉപകാരപ്പെടണമെന്ന് ചിന്തിച്ചുകൊണ്ടാവണം നമ്മൾ ഇതിൽ സംബന്ധിക്കേണ്ടത്. അല്ലാതെ കേവലം ഒരു 1 സെക്കൻഡോ നേടി മിണ്ടാതിരിക്കുക എന്നത് നമ്മുടെ ലക്ഷ്യമല്ല. ഇനി അവതരിപ്പിച്ച് ചിലപ്പോൾ നമുക്കിവിടെ 1 സെക്കൻഡോ കിട്ടിയില്ല, പക്ഷേ ഭാവിയിൽ 1 സെക്കൻഡോ കിട്ടിയ കുട്ടികളെക്കാൾ വലിയ ദഅവത്ത് ചെയ്യാനുള്ള അവസരം ചിലപ്പോൾ നമുക്കായിരിക്കും. അപ്പം അതോർത്തുകൊണ്ട് ആവണം നമ്മുടെ ഈ വേദിയിൽ നമ്മൾ പങ്കെടുക്കേണ്ടത്. കഴിഞ്ഞ കാലം പോലെയല്ല. കഴിഞ്ഞ കാലത്തൊക്കെ നമുക്ക് കുറച്ച് ആളുകൾക്ക് മുമ്പിൽ നിന്ന് ഇസ്ലാമിൻ്റെ ഏതെങ്കിലും വിഷയങ്ങൾ പറഞ്ഞു കൊടുത്താൽ അത് വളരെ പുതുമയായിരുന്നു അവർക്ക്. അത് വലിയ ആകർഷണത്തോടെ, പുതുമയോടെ അവർ സ്വീകരിച്ചിരുന്നു. അവർക്ക് കേൾക്കാത്തതും കാണാത്തതും അറിയാത്തതുമായ വിഷയങ്ങളായിരുന്നു. ഇന്നത്തെ സാഹചര്യത്തിൽ അങ്ങനെയല്ല. ഇന്ന് നമ്മൾ കുറച്ചാളുകളെ ഇരുത്തി അവർക്ക് പ്രഭാഷണമോ ക്ലാസ്സോ എടുത്തു കൊടുക്കുമ്പോൾ അതിനേക്കാൾ കൃത്യമായി ഇങ്ങോട്ട് അവർ പറഞ്ഞു തരും, ഉസ്താദേ അതിനേക്കാൾ അപ്പുറം ഞങ്ങൾ കേട്ടിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ബിൽ ഹിക്മതി വൽ മൗഇദത്തിൽ ഹസന, ഹിക്മത്തോടുകൂടി ആവണം ദഅവത്ത് നടത്തേണ്ടത്. ആ ഹിക്മത്ത് എന്നത് ഓരോ കാലഘട്ടത്തിനനുസരിച്ച് മാറും. കഴിഞ്ഞ കാലത്തുള്ള ഹിക്മത്തല്ല ഇന്നത്തെ ഹിക്മത്ത്. ഇന്നത്തെ സാഹചര്യം എന്ന് പറഞ്ഞാൽ AI-യുടെയും ChatGPT-യുടെയും അങ്ങനെ തുടങ്ങി വലിയ വലിയ സോഷ്യൽ മീഡിയയുടെ കടന്നുകയറ്റത്തിൻ്റെ കാലമാണ്. കുറച്ചു കാലങ്ങൾക്ക് മുമ്പ്
ഒരു ബുദ്ധിജീവി പറഞ്ഞത്, സോഷ്യൽ മീഡിയ ഇന്ന് 25% മാത്രമേ പുരോഗമിച്ചിട്ടുള്ളൂ, 25% മാത്രമേ കണ്ടെത്തിയിട്ടുള്ളൂ, ഇനിയും 75% ബാക്കിയുണ്ട് എന്ന്. ഇപ്പോൾ കുറച്ച് കൊല്ലം കഴിഞ്ഞതുകൊണ്ട് വീണ്ടും 10% കൂടിയിട്ടുണ്ടാവാം. എന്നാലും 65% അല്ലെങ്കിൽ 60% ഇനിയും സോഷ്യൽ മീഡിയ പുരോഗമിക്കാൻ ബാക്കിയുണ്ട്. ഇപ്പോൾ തന്നെ എത്രയോ പുരോഗതിയിലേക്ക് സോഷ്യൽ മീഡിയ എത്തിക്കഴിഞ്ഞു. ഇന്നിപ്പോൾ റോബോട്ടുകളാണ് വിഷയങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതും ചെയ്യുന്നതും പ്രവർത്തിക്കുന്നതും എല്ലാം റോബോട്ടുകളാണ്. അപ്പോൾ ആ റോബോട്ടുകളെ എങ്ങനെ നമുക്ക് അഭിമുഖീകരിക്കാൻ കഴിയുമെന്ന് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ ഇന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് അത്തരം വിഷയങ്ങളൊക്കെ വരുമ്പോൾ അവിടെയുള്ള ദാവത്ത് എങ്ങനെ എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടവരാണ്. അതിനു മുമ്പ് നമ്മുടെ ഉള്ളിലുള്ള കലകൾ എങ്ങനെ പുറത്തെത്തിക്കാൻ കഴിയും, അത് നല്ല നിലയ്ക്ക് ജനങ്ങൾ ആകർഷിക്കുന്ന രീതിയിൽ എങ്ങനെ ചെയ്യാൻ കഴിയും എന്ന് ആലോചിച്ച് അതിനുവേണ്ടി പഠിച്ച് സ്ഫുടതയോടെ സംസാരിക്കാനും സ്ഫുടതയോടെ വായിക്കാനും അതുപോലെ കവിത ആലപിക്കാനും നമ്മൾ പഠിക്കണം. സ്ഫുടതയാണ് നമുക്ക് ഏറ്റവും പ്രധാനം. കാരണം ചില ആളുകൾ പറയാറുണ്ട്, ആ പള്ളിയിൽ പോയാൽ അവിടുത്തെ ഇമാമിൻ്റെ ഖിറാത്ത് കേൾക്കാൻ എന്തോ ഒരു ആനന്ദമാണ്, അതെന്തോ ഒരു ആകർഷിക്കുന്ന രൂപത്തിലാണ് അദ്ദേഹത്തിൻ്റെ ഓത്ത്. അല്ലെങ്കിൽ മറ്റു ചിലർ അദ്ദേഹത്തിൻ്റെ ക്ലാസ് അല്ലെങ്കിൽ വയല് ആകർഷിക്കുന്നുണ്ട് വല്ലാതെ. അപ്പോൾ അതിനൊക്കെ സ്ഫുടതയും കാര്യങ്ങളും അതിൽ കഴമ്പുകളും ഒക്കെ ഉണ്ടാവണം. അപ്പോൾ ആ രീതിയിൽ നമ്മൾ പഠിക്കുകയും മനസ്സിലാക്കുകയും വിഷയങ്ങൾ പഠിച്ചുകൊണ്ട് അവതരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാത്തിനും തൗഫീക്ക് ചെയ്യട്ടെ. നമ്മുടെ ഈ മഹത്തായ സംഗമം ഒരുക്കാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്ത് ഏകദേശം 1-2 മാസമായി അധ്വാനിക്കുന്ന നമ്മുടെ വലിയ സീനിയർ വിദ്യാർത്ഥികൾ, അതുപോലെ അതിൻ്റെ കൂടെ ചേർന്ന് നിന്ന ഉസ്താദുമാർ, മറ്റു സ്റ്റാഫംഗങ്ങൾ പലരും ഉണ്ട്. അല്ലാഹു തആല എല്ലാവർക്കും ബറക്കത്തും ഇസ്സത്തും ചെയ്യട്ടെ. പല ഭാഗങ്ങളിലുള്ള ആളുകൾ ഇതിനു വേണ്ടി സാമ്പത്തികമായും മറ്റു നിലക്കും സഹായിച്ചവരുണ്ട്. എല്ലാവർക്കും അല്ലാഹു തആല ബറക്കത്ത് ചെയ്യട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. हमें बेहद खुशी और एजाज़ है कि हम SSF कासरगोड जिला के जनरल सेक्रेटरी उस्ताद बादशाह सुरेजी सकाफ़ी को दावत देते हैं कि वो अपना मुबारकबादी खिताब पेश करें. अस्सलामु अलैकुम वरहमतुल्लाहि वबरकातुहू. बिस्मिल्लाह वल्हम्दुलिल्लाह वस्सलातु वस्सलामु अला अशरफिल मुरसलीन व अला आलिहि वसह്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അഭിവന്യരായ സാദാത്യങ്ങൾ, ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ, സ്നേഹധന്യരായ വിദ്യാർത്ഥി സുഹൃത്തുക്കൾ, വളരെ മനോഹരമായ ഒരു സദസ്സിലും വേദിയിലുമാണ് നമ്മളിരിക്കുന്നത്. ബഹുമാനപ്പെട്ട സയ്യിദ് അവരുകൾ ഉദ്ഘാടനത്തിൽ പറഞ്ഞതുപോലെ ഉദ്ഉ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മത്തി വൽ മൗഇദത്തിൽ ഹസന എന്ന വാക്കിൻ്റെ എല്ലാ വശങ്ങളെയും ടച്ച് ചെയ്തുകൊണ്ടുള്ള ദഅവത്തിൻ്റെ വഴികളെ എങ്ങനെ ഹിക്മത്തോടെ കൈകാര്യം ചെയ്യണമെന്ന മനോഹരമായ വാക്കുകൾ കൊണ്ട് ബഹുമാനപ്പെട്ട സയ്യിദ് അവരുകൾ നമ്മുടെ ഈ പരിപാടിയുടെ ലക്ഷ്യം നമ്മുടെ മുമ്പിൽ പറഞ്ഞു തന്നു. ബഹുമാനപ്പെട്ട ഉസ്താദും സൂചിപ്പിച്ചതുപോലെ മാസങ്ങളോളമായി നമ്മൾ പ്രവർത്തിക്കുന്ന ഈ കഠിനാധ്വാനം 2 ദിവസം കൊണ്ട് അവസാനിക്കുമ്പോൾ ഇത് കേവലം ഒരു 2 ദിവസത്തെ അവസാനിക്കാനുള്ള പ്രോഗ്രാമായി മാറാതിരിക്കാൻ തങ്ങൾ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ദീനിൻ്റെ ദഅവത്ത് എല്ലാ മേഖലകളിലേക്കും പടർന്നു പന്തലിക്കേണ്ടതുണ്ട്. പരിശുദ്ധമായ ഇസ്ലാമിനെ ദഅവത്ത് ചെയ്യാനുള്ള എല്ലാ വഴികളും നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട്. ആ വഴികളെക്കുറിച്ചുള്ള ദീർഘമായ ആലോചനകൾ നമ്മളിൽ നിന്നുണ്ടാവേണ്ടതുണ്ട്. അതിന് നമ്മൾ പരിശ്രമിക്കണം, അധ്വാനിക്കണം, വലിയ ആലോചനകളും ചിന്തകളിലും നമ്മൾ ഏർപ്പെടണം. അഭിവന്യരായ MA ഉസ്താദിനെ കുറിച്ച് നമുക്കറിയാം. 1940-കൾക്ക് ശേഷം വന്ന മദ്രസ സംവിധാനം ഇന്ന് ഇരു സമസ്തകൾക്കും 10,000-ലേറെ മദ്രസകൾ ഇവിടെ സ്ഥാപിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ 25 ലക്ഷത്തിലേറെ വിദ്യാർത്ഥികളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്.
ആ പഠനത്തിൽ നിന്ന് ഒരൊറ്റ വിദ്യാർത്ഥിയുടെ ഒരു നേരത്തെ ഫാത്തിഹ മതി ബഹുമാനപ്പെട്ട MA ഉസ്താദിൻ്റെ ആ ദീർഘമായ ദർശനത്തിന് ഫലമായി. നാം ഒന്ന് ആലോചിച്ചു നോക്കൂ. ഉസ്താദിൻ്റെ ദീർഘമായ ആലോചനകളുടെ ഫലമാണ് നമ്മളുടെ ഈ ദഅവ സിസ്റ്റവും സംവിധാനവുമൊക്കെ. ബഹുമാനപ്പെട്ട ഉസ്താദിനെ കുറിച്ച് MA ഉസ്താദിനെ കുറിച്ച് പറയുമ്പോൾ ഉസ്താദ് പഠനകാലത്ത് എല്ലാ ഭാഷകളും പഠിക്കാനുള്ള പരിശ്രമം ഉസ്താദിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. കിലോമീറ്ററുകളോളം നടന്ന് വൈകുന്നേരത്തെ സബക്ക് കഴിഞ്ഞാൽ ആ വൈകുന്നേര സമയം വെറുതെ ഇരിക്കാതെ കിലോമീറ്ററുകളോളം നടന്നുപോയി ഉറുദു ഭാഷ പഠിക്കാൻ വേണ്ടിയുള്ള സമയം കണ്ടെത്തിയിരുന്നു. ആ ഉറുദു ഭാഷയുടെ പഠനത്തിൻ്റെ ഫലമായി അക്കാലത്ത് വന്ന ഖാദിയാനികളെയും ജമാഅത്തെ ഇസ്ലാമിയെയും തബ്ലീഗ് ജമാഅത്തിനെയും അവരുടെ ഗ്രന്ഥങ്ങൾ വെച്ചുകൊണ്ട് കൃത്യമായി മറുപടി നൽകാൻ ബഹുമാനപ്പെട്ട ഉസ്താദിന് കഴിഞ്ഞിരുന്നു. സമസ്ത കേന്ദ്ര മുഷാവറകൾ ചർച്ചകൾക്കിടയിൽ ഈ ഖാദിയാനികളെയും തബ്ലീഗ് ജമാഅത്തിനെയും മറുപടികൾ പറഞ്ഞുകൊണ്ട് അത് കേന്ദ്ര മുഷാവറ സമസ്ത മുഷാവറ യോഗങ്ങളിൽ അവതരിപ്പിക്കാൻ ഉസ്താദിന് കഴിഞ്ഞത് ഉസ്താദിൻ്റെ ഭാഷാ നൈപുണ്യം കൊണ്ടായിരുന്നു. അറബി ഭാഷയിലും ഉറുദു ഭാഷയിലും കൃത്യമായ നിലപാടും പഠനവും ഉസ്താദ് നടത്തിയത് നമുക്ക് കാണാൻ കഴിയും. ആ ദീർഘവീക്ഷണത്തിൻ്റെ ഫലമായിരുന്നു SSF എന്ന് പറയുന്ന വിദ്യാർത്ഥി സംഘത്തിൻ്റെ രൂപീകരണം. 1960-70 കാലങ്ങളിൽ മുത്തഅല്ലിമീങ്ങളെയും ഭൗതിക വിദ്യാർത്ഥികളെയും വളരെ വിവേചനാപൂർവം കണ്ടിരുന്ന സമൂഹം, ലോകം തിരിയുന്നവരും ലോകം തിരിയാത്തവരും ചൊറിഞ്ഞു മാന്തിക്കൂടുന്നവരെന്ന് മുത്തഅല്ലിമീങ്ങളെ വിശേഷിപ്പിച്ചിരുന്ന കാലം. ആ കാലത്തായിരുന്നു ഉസ്താദ് ആലോചിക്കുകയും ലോകത്തെ പരിശുദ്ധമായ ഇസ്ലാമിനെ ഈ കേരളത്തിൽ ഇങ്ങനെ മനോഹരമായിട്ട് പടർന്നു പന്തലിക്കാൻ, ഇസ്ലാമിൻ്റെ സുന്ദരമായ ആശയത്തെ ഏറ്റവും മനോഹരമായി അവതരിപ്പിക്കാൻ ഇവിടെയുള്ള മതഭൗതിക സമന്വയ സിസ്റ്റം വർക്ക് ചെയ്യണം എന്ന ദീർഘമായ ഉസ്താദിൻ്റെ ആലോചനയിലൂടെയാണ് ഈ കാലത്ത് നമ്മൾ ഇന്ന് പഠനം നടത്തിക്കൊണ്ടിരിക്കുന്ന മതഭൗതിക കലാലയങ്ങളായ ദഅവ കോളേജുകൾ അടക്കമുള്ള സ്ഥാപനങ്ങൾ രൂപീകരിക്കപ്പെട്ടത്. നാം ഒന്ന് ആലോചിച്ചു നോക്കൂ. ഉസ്താദിൻ്റെ ആ ദീർഘമായ വീക്ഷണത്തെ നാം ഒന്ന് പുനഃപരിശോധിച്ചു നോക്കിയാൽ 2015 ബഹുമാനപ്പെട്ട MA ഉസ്താദ് ഈ ലോകത്തോട് വിട പറഞ്ഞിട്ടുണ്ടെങ്കിലും ഉസ്താദ് ബാക്കി വെച്ച ചിന്തകളും ആലോചനകളും എത്രത്തോളം വിശാലമാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മുടെ പഠനത്തെയും നമ്മുടെ കരിക്കുലം സിസ്റ്റത്തെയും നമ്മൾ ദീർഘമായ ചിന്തകളിലേക്ക് മാറ്റിയെടുക്കേണ്ടതുണ്ട്. ഇന്ന് കേരളത്തെ അതിദാരിദ്ര്യമല്ലാത്ത സംസ്ഥാനമെന്ന് പ്രഖ്യാപിക്കപ്പെടുമ്പോൾ എത്ര പേരാണ് നമ്മുടെ ചുറ്റും ദരിദ്രരായി കഴിയുന്നത് എന്നതിനെ കുറിച്ച് നമുക്ക് ഈ കേരള സംസ്ഥാനത്തോട്, ഈ കേരള സർക്കാരിനോട് തുറന്നു പറയേണ്ടതുണ്ട്. അതിനെക്കുറിച്ചുള്ള ദീർഘമായ ആലോചനകൾ നടത്തി എഴുതി കുറിക്കേണ്ടതുണ്ട്. നമ്മുടെ കയ്യിൽ മൂർച്ചയുള്ള ആയുധങ്ങളും എഴുതാനുള്ള പേനയും ചിന്തയും നമ്മൾ നിരന്തരമായി പ്രയോഗിച്ചു കൊണ്ടിരിക്കണം. ലോകത്തെ ഏറ്റവും വലിയ രാജ്യമെന്ന് അവകാശപ്പെടുന്ന അമേരിക്കയിൽ അവിടുത്തെ ഏറ്റവും വലിയ സാമ്പത്തിക കേന്ദ്രമെന്നറിയപ്പെടുന്ന ന്യൂയോർക്കിൽ കഴിഞ്ഞ ദിവസമാണ് ഹംദാൻ എന്ന് പറയുന്ന ഒരു മുസ്ലിം പൗരൻ, ഒരു ഇടതുപക്ഷവാദി, ഈ ട്രംപിനെതിരെയുള്ള ഏറ്റവും വലിയ ആയുധവുമായി 50% വോട്ട് രേഖപ്പെടുത്തിക്കൊണ്ട് വിജയം കൊയ്തത്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ലോകത്ത് വലിയ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മനുഷ്യത്വത്തെ ആഗ്രഹിക്കുന്ന വലിയ സമൂഹം ഇന്ന് ലോകത്ത് പിറവിയെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. നാം ഏറെ ചിന്തിച്ചു കൊണ്ടിരിക്കേണ്ടത്, ഇന്ന് ലോകം ഫലസ്തീനിനെയും സുഡാനിനെയും കുറിച്ചോർത്ത് വേദനിക്കുമ്പോൾ ആ വേദനകളിലൊന്നും പങ്കാളികളാവാതെ, ആ വേദനകളൊന്നും ഞങ്ങൾക്ക് ബാധകമല്ലെന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ലോകരാഷ്ട്രങ്ങളുടെ അവസ്ഥയെക്കുറിച്ച് നമുക്ക് വേവലാതിപ്പെടേണ്ടതുണ്ട്. ആ വേവലാതികൾ നമ്മുടെ മൗനത്തിലാവരുത്. നാം നിരന്തരം ശബ്ദിച്ചുകൊണ്ടിരിക്കണം, ആർത്തട്ടഹസിച്ചുകൊണ്ടിരിക്കണം. ലോകത്തുള്ള മനുഷ്യർക്ക് വേണ്ടിയുള്ള കൃത്യമായ ഇടപെടൽ നമ്മളിൽ നിന്നുണ്ടാവണം.
സ്ത്രീ സമൂഹത്തിന് വേണ്ടിയുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള ഇടപെടൽ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കണം. സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ അത് ലിബറൽ ചിന്താഗതിക്കാരുടെ, ഫെമിനിസ്റ്റ് വാദികളുടെ സ്വാതന്ത്ര്യമല്ല നമ്മൾ ആഗ്രഹിക്കുന്നത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്ത്രീ സമൂഹത്തിന് സ്വാതന്ത്ര്യം കൊടുത്തത് എങ്ങനെയാണ്? പെൺകുഞ്ഞ് ജനിക്കുന്നത് അപലക്ഷണീയമായി ഗണിച്ചിരുന്ന ഒരു സമൂഹത്തോട് സ്വർഗത്തിന്റെ ഉദ്യാനങ്ങളിൽ പാറി നടക്കാൻ പെൺമക്കൾ കാരണമാകുമെന്ന് പഠിപ്പിച്ച് നവോത്ഥാനത്തിന്റെ ആധാരശില പണിയിച്ച ഹബീബ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണിച്ചു തന്ന മാനവികമായ സമൂഹത്തിന്റെ ചുറ്റുപാടുകളിലേക്ക് നമുക്ക് ലോകത്തെയും സമൂഹത്തെയും കൈപിടിച്ചു കൊണ്ടുവരണം. അതിനുവേണ്ടിയുള്ള മൂർച്ചയുള്ള ആയുധങ്ങൾ നാം നിരന്തരം സ്വരൂപിച്ചു കൊണ്ടിരിക്കണം. അതിനുവേണ്ടിയാണ് നമ്മുടെ ഈ അൽഖലം, നമ്മുടെ ഈ വേദി, നമ്മുടെ ഈ സംവിധാനം, നമ്മുടെ ഈ ഫെസ്റ്റ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കൂടുതൽ പരിപോഷിപ്പിക്കാനും നമ്മുടെ ജീവിതത്തിൽ വലിയ വളർച്ചകൾ നേടിയെടുക്കാനും തൗഫീഖ് ചെയ്യട്ടെ. എല്ലാവിധ ഭാവുകങ്ങളും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. يسرنا أن نعلن أن كلمة التكريم سيلقيها الفضيلة الشيخ عمر مدني أستاذ حفظه الله في هذه المناسبة المباركة. ആശംസാ പ്രസംഗം നടത്തുന്നതിന് വേണ്ടി ഉമർ മദനി ഉസ്താദ് അവരെ വളരെ സ്നേഹാദരവോടുകൂടി ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വആലിഹി വസഹ്ബിഹി അൽഫായിസീന ബിറളില്ലാഹി അമ്മാ ബഅദ്. ബഹുമാന ആദരവുകൾ നിറഞ്ഞ സാദാത്തുക്കൾ, ഉസ്താദുമാർ, വിശ്വാസികൾ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മുടെ ഈ മഹത്തായ പരിപാടിയുടെ ഉദ്ഘാടന സെഷൻ അൽഹംദുലില്ലാഹ് ഈ പരിപാടിയെ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നമ്മുടെ നേതൃത്വം ബഹുമാനപ്പെട്ട തങ്ങൾ ഉസ്താദ് അവറുകൾ നമുക്ക് വളരെ വിലപ്പെട്ട ഒരു ഉപദേശമാണ് നടത്തിയത്. അവിടുന്ന് തുടങ്ങിയ പ്രാർത്ഥന തന്നെ നമ്മെല്ലാവരെയും ഏറെ ചിന്തിപ്പിച്ച, ആത്മീയ ലോകത്തേക്ക് നമ്മുടെ പരമമായ ലക്ഷ്യം നാം ഇവിടെ ജീവിക്കുമ്പോൾ, ഏത് മേഖലയിൽ നാം പ്രവർത്തിക്കുമ്പോഴും, ഏത് പരിപാടികളിൽ നാം ഇടപെടുമ്പോഴും നമുക്കുണ്ടാകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം അത് എന്തായിരിക്കണമെന്ന് തുടക്കത്തിൽ പ്രാർത്ഥനയിൽ തന്നെ നമ്മെ തെര്യപ്പെടുത്തുകയുണ്ടായി. ഞാൻ സുദീർഘമായി ഒന്നും പറയുന്നില്ല. നമ്മുടെ ഫസ്റ്റ് ഈ പരിപാടിയുടെ പ്രാധാന്യങ്ങളും ഇതിൻ്റെ ആവശ്യകതകളും വളരെ വിശദമായിക്കൊണ്ട് ശുദ്ധമായ ഖുർആനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും സ്വഹാബത്തുൽ കിറാമിൻ്റെ പ്രവർത്തനങ്ങളിലൂടെയും നമ്മുടെ മുൻഗാമികളായ അയിമ്മത്ത് നമുക്ക് കാണിച്ചു തന്ന എല്ലാ വിഷയങ്ങളും, ഇന്ന് ഉള്ള നമ്മുടെ അസാധ്യതത്ത് അവരുടെ കഴിവുകളെ കൊണ്ട് ഇവിടെ കാണിച്ച എത്രയോ വിപ്ലവങ്ങൾ നമുക്കെല്ലാവർക്കും അല്ലാഹു തആല വ്യത്യസ്തമായ കഴിവുകൾ തന്നിട്ടുണ്ട്. ആ കഴിവുകൾ അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി നാം അത് ഉപയോഗപ്പെടുത്തുകയാണ് എങ്കിൽ, ഇന്ന സഅയ്യക്കും ലശത്ത, നിങ്ങളെല്ലാവരുടെയും പ്രവർത്തനങ്ങൾ ഒന്നല്ല, വ്യത്യസ്ത കഴിവുകളുള്ള വ്യത്യസ്ത മേഖലകളിൽ നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ കഴിയുന്ന രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ ആക്കിയിട്ടുണ്ട് എന്നും നേരത്തെ തങ്ങൾ ഉസ്താദ് അവറുകൾ ഏറ്റവും കൊടിയ ശത്രുവാകുന്ന ഇസ്ലാമിൻ്റെ എതിരിൽ അന റബ്ബുക്കുമുൽ അഅല എന്ന് ഇബ്ലീസ് ലഅനഹുല്ലാഹ് ഇവിടെ അല്ലാഹു തആല ശപിച്ചിട്ടുണ്ടെങ്കിൽ, അതിലേറെ അങ്ങോട്ടേക്ക് കടന്നുകൊണ്ട് അന റബ്ബുക്കുമുൽ അഅല, ഞാൻ ഏറ്റവും വലിയ നിങ്ങളുടെ രക്ഷിതാവാണ് എന്ന് പറഞ്ഞു കടന്നിരുന്ന ആ ഫിർഔന്റെ അടുത്തേക്ക് മഹാനായ മൂസാ നബി അലൈഹിസ്സലാമിനെ പ്രബോധനത്തിന് അയക്കുമ്പോൾ ഉണ്ടായ ആ വിഷയങ്ങൾ നമ്മെ തെര്യപ്പെടുത്തിക്കൊണ്ട് സാഹിബ് പറഞ്ഞു. അവിടെ മഹാനായ മൂസാ നബി അലൈഹിസ്സലാം ആവശ്യപ്പെട്ടതിൽ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് വർസിൽ മഅയ അഖി ഹാറൂന ഇന്നഹു അഫ്സഹു മിന്നി. അല്ലാഹുവേ, എൻ്റെ കൂടെ എൻ്റെ സഹോദരനാകുന്ന ഹാറൂനെ കൂടി
ഈ പ്രബോധനത്തിൻ്റെ ദൈവത്തിന് വേണ്ടി അയച്ചു തരണം. കാരണം ഹു അഫ്സഹു മിന്നി, എന്നെക്കാളും കൂടുതൽ സാഹിത്യം അറിയുന്ന സ്ഫുടതയുള്ള ആളാണ്. അതുകൊണ്ട് ദഅവാ മേഖലയിൽ ഫസാഹത്തിന് ഏറ്റവും പ്രാധാന്യമുണ്ട് എന്നതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ ഈ കാര്യങ്ങളിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെല്ലാവരെയും അവൻ പൊരുത്തപ്പെടുന്ന യഥാർത്ഥ മുഖ്ലിസീങ്ങളായ ദായികളുടെ കൂട്ടത്തിൽ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ സന്തോഷങ്ങളും അറിയിച്ചുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വേദിയിൽ അൽക്കലം 2025 ഒരു സ്നേഹോപഹാരം ബാദ്ഷാ സുറൈ സഖാഫിക്ക് സയ്യിദ് ജലാലുദ്ദീൻ സൈദി അൽ ബുഖാരി ഉസ്താദ് നൽകുന്നു. ഇരുവരെയും വളരെ സ്നേഹാദരവും സ്നേഹാദരവും നൽകുന്നതിന് വേണ്ടി ജലാൽ ഉസ്താദിനെയും സ്നേഹാദരവ് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ബാദ്ഷാ സുറൈ സഖാഫിയെയും വളരെ സ്നേഹാദരവോടുകൂടി ക്ഷണിക്കുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. വേദിയിൽ ഇന്ന് നടക്കുന്ന മത്സരം ജനറൽ വിഭാഗത്തിൻ്റെ ഗ്രൂപ്പ്സ് ഓഫ് കാറ്റഗറി ബി ആണ്. മത്സരാർത്ഥികൾ മത്സരത്തിന് വേണ്ടി തയ്യാറായി നിൽക്കേണ്ടതാണ്. ആഫ്റ്റർ ദ കംപ്ലീഷൻ ഓഫ് ഗ്രൂപ്പ്സ് ഓഫ് കാറ്റഗറി ബി, നെക്സ്റ്റ് സെക്ഷൻ ഇശൽ നൈറ്റ്. അത്യന്തം ആവേശകരമായ ഇശൽ വിരുന്നായിരിക്കും. ജനറൽ വിഭാഗത്തിൻ്റെ ഗ്രൂപ്പ്സ് ഓഫ് കാറ്റഗറി ബി മത്സരം കഴിഞ്ഞാൽ ഇതേ വേദിയെ ധന്യമാക്കിക്കൊണ്ട് നടക്കുന്നത്. We would like to invite Sayyid Mustafa Siddiqui Ustad for felicitation address. Assalamu alaikum warahmatullahi wabarakatuh. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. ഏറ്റവും സ്നേഹാദരവുകൾ നിറഞ്ഞ ജലാൽ തങ്ങൾ ഉസ്താദ് അടക്കമുള്ള ഉസ്താദുമാരെ, അറിവിൻ്റെ കഷ്ണങ്ങളായ മുതഅല്ലിമീങ്ങളെ, മറ്റു ഉമറാക്കളെ, സ്ഥാപനത്തിൻ്റെ മുഹബ്ബീങ്ങളെ, അല്ലാഹു തആല നമ്മുടെ ഈ മജ്ലിസ് അല്ലാഹു പൊരുത്തപ്പെടുന്ന അവൻ്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിപൂർണമായ പൊരുത്തം കിട്ടുന്ന മജ്ലിസായി അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. പ്രിയമുള്ള മുതഅല്ലിമീങ്ങളെ, നമ്മുടെ ഭാവിയുടെ ആവശ്യത്തിന് വേണ്ടി, വിജയത്തിന് വേണ്ടി നമ്മൾ പഠിച്ച അറിവുകളും അത് സമൂഹത്തിലേക്ക് എത്തിക്കേണ്ട രൂപത്തിൽ എത്തിക്കാനും, അത് കലയായിട്ടും പ്രസംഗമായിട്ടും പാട്ടായിട്ടും പല രീതികളിലേക്ക് നമ്മുടെ സന്ദേശങ്ങൾ, പരിശുദ്ധ ദീനിൻ്റെ സന്ദേശങ്ങൾ എത്തിക്കാൻ ഒരു അവസരമാണ്. അങ്ങനെ ഇതുപോലെയുള്ള പല വേദികളിൽ പ്രസംഗിച്ചിട്ടും പാട്ടുകൾ പാടി സമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോൾ നമുക്കുണ്ടാകുന്ന ധൈര്യം, ഏത് പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ പ്രവർത്തനവും ചിന്തയും അള്ളാഹുവിൻ്റെ ദീൻ ഉപകരിക്കണം. നമ്മുടെ ഒരു പാട്ട് കേൾക്കുമ്പോൾ അതിലൂടെ ഒരുപാട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളറിയുന്ന, തങ്ങളെ മഹബത്ത് വെക്കുന്ന, തങ്ങളെ കൽബിൽ കയറുന്ന ഒരു പാട്ടായിരിക്കും നമ്മുടെ പാട്ട്. നമ്മുടെ പ്രസംഗം അതും അള്ളാഹുവിനെ അറിയാൻ അവൻ്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൽബിൽ കയറുന്ന വാക്കുകളായിരിക്കും. എഴുത്തുകളാകട്ടെ, നമ്മുടെ ഏതേത് പ്രവർത്തനങ്ങളാവട്ടെ,
ആ നിലക്കായിരിക്കണം. അതാണ് നമ്മുടെ കൽബിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നതായിരിക്കണം. കേവലം സ്വരത്തിലോ അല്ലെങ്കിൽ മറ്റ് കാട്ടിക്കൂട്ടലുകൾ കൊണ്ടൊന്നല്ല. കൽബിൻ്റെ ഉള്ളിൽ നിന്നും എനിക്ക് ഈ പാട്ട് കൊണ്ട്, എൻ്റെ ഈ പ്രസംഗം കൊണ്ട് ദീനിനും സമൂഹത്തിനും ഉപകരിക്കണം. ഈ വെറുമൊരു ശബ്ദമുണ്ടാക്കിയത് കൊണ്ട് മാത്രം കാര്യമില്ല. ഞാൻ പറയുന്നത് കൊണ്ട് ഒരുപാട് ആളുകൾക്ക് ഉപകാരപ്പെടണം, പരിശുദ്ധ ദീൻ ഉപകരിക്കണം, ഹബീബായ തങ്ങളിലേക്ക് പരിശുദ്ധ ദീനിലേക്ക് അടുപ്പിക്കാൻ കാരണമാകണം എന്ന നല്ല നിയ്യത്തിലായിരിക്കണം നമ്മൾ ഓരോ പരിപാടികളും പ്രവർത്തനങ്ങളും നടത്തേണ്ടത്. അങ്ങനെ നമ്മൾ നടത്തിക്കഴിഞ്ഞാൽ അതിന് വലിയ ബറക്കത്ത് കാണും. അല്ലാതെ നമുക്കൊരു പക്ഷേ ഫസ്റ്റ് കിട്ടും, സെക്കൻഡ് കിട്ടും, സ്വരം കൊണ്ട് പലതിനും കിട്ടും. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ ഈ ഒരു നിയ്യത്തില്ലാതെയാണ് നമ്മൾ പ്രസംഗിച്ചെങ്കിൽ ആ ഫസ്റ്റ് കൊണ്ട് കാര്യമില്ല. ആ പ്രസംഗം വെറുതെയായി പോകും, ആ ഒരു കാട്ടിക്കൂട്ടൽ വെറുതെയായി പോകും. അതുകൊണ്ട് പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങളോട് പറയുന്നത്, എന്തായാലും നമ്മുടെ കൽബിൻ്റെ ഉള്ളിൽ നല്ലൊരു നിയ്യത്തോടു കൂടി ആയിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. ഒരു പക്ഷേ നമ്മൾ വിജയിക്കാം, പരാജയപ്പെടാം, എല്ലാം ആവാം. എങ്കിലും ആ ഒരു നിയ്യത്തിന് അള്ളാഹു വലിയ ബറക്കത്ത് നൽകും. അള്ളാഹു തആല നമ്മളൊക്കെ വിജയിച്ചവരെ കൂട്ടത്തിൽ, ദുനിയാവിലും ആഖിറത്തിലും വിജയിച്ചവരെ കൂട്ടത്തിൽ അള്ളാഹു ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. അള്ളാഹു തആല നമ്മളെ പഠിച്ച അറിവ് സമൂഹത്തിനും ദീനിനും ഉപകരിക്കുന്ന നിലക്ക് പല ആളുകളിലേക്കും പല നിലക്കായിട്ട്, ഇത് പ്രസംഗമായിട്ടും പാട്ടായിട്ടും മറ്റ് കലകളായിട്ടും എഴുത്തുകളായിട്ട് സമൂഹത്തിലേക്കും ദീനിലേക്കും എത്തിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നൽകുമാറാകട്ടെ. എല്ലാവിധ ആശംസകളും നേരുന്നു. ഇൻഷാ അള്ളാഹ് നമുക്ക് വേണ്ട വലിയ ഉപദേശങ്ങൾ, നിർദ്ദേശങ്ങൾ ഇൻഷാ അള്ളാഹ് നമ്മുടെ ഉസ്താദുമാർ, പല ഉസ്താദുമാരും നടത്തിക്കഴിഞ്ഞു. ഇനി ഉസ്താദുമാരുടെ പ്രഭാഷണങ്ങളൊക്കെ നടക്കാനിരിക്കുന്നു. നിങ്ങളൊക്കെ ശ്രദ്ധിച്ച് കേട്ട് ജീവിതത്തിൽ പകർത്തി ഓരോ കിട്ടുന്ന അറിവുകളും അതിൻ്റെ ജീവിതത്തിൽ പകർത്തണം. എനിക്കത് പഠിക്കണം, അതെനിക്ക് മനസ്സിലാക്കണമെന്ന് ഓരോരുത്തരും ഈ മജ്‌ലിസിൽ നിന്ന് തീരുമാനിക്കുക. അള്ളാഹു തആല എല്ലാവിധ ബറക്കത്തും സന്തോഷവും അള്ളാഹു നൽകുമാറാകട്ടെ. ഒരുപാട് ആളുകൾ ഈ മജ്‌ലിസിലേക്ക് വേണ്ടി, പ്രവർത്തനങ്ങൾക്ക് വേണ്ടി, കുട്ടികളെ ഫെസ്റ്റിന് വേണ്ടി സഹായിച്ചവരുണ്ട്, സഹകരിച്ചവരുണ്ട്. അള്ളാഹു തആല എല്ലാവർക്കും വലിയ ഖൈറും ബറക്കത്തും സന്തോഷവും അള്ളാഹു നൽകുമാറാകട്ടെ. അള്ളാഹു തആല ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്ന, അധ്വാനിക്കുന്ന നമ്മളെ കുട്ടികളെ കൂട്ടത്തിൽ നിന്ന് അൽഹംദുലില്ലാ ഈ നിലക്ക് ഭംഗിയാക്കാൻ വേണ്ടി, ഈ പരിപാടി വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന അൽ കലമിൻ്റെ കമ്മിറ്റി ഭാരവാഹികൾ, പ്രവർത്തകന്മാർ, അതിന് നേതൃത്വം കൊടുക്കുന്ന നമ്മുടെ ഉസ്താദുമാർ, എല്ലാവർക്കും അള്ളാഹു ഖൈറും ബറക്കത്തും സന്തോഷങ്ങൾക്ക് അള്ളാഹു നൽകുമാറാകട്ടെ. ഇൻഷാ അള്ളാഹ് നിങ്ങളോട് കൂടുതൽ സംസാരിക്കാനും ഒരുപാട് സമയം ഇവിടെ ഇരിക്കാനൊക്കെ ആഗ്രഹമുണ്ടായിരുന്നു. ഇൻഷാ അള്ളാഹ് ഇനി വേറെ യാത്ര പോകാനുള്ളത് കൊണ്ട് ഇൻഷാ അള്ളാഹ് എല്ലാവരും ദുആ ചെയ്യണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. We express our heartfelt thanks to Chairman of our institution, Sayyid Abdurrahman Shahir Al-Bukhari Thangal Ustad, for their inspiring and thought-provoking speech. May Allah reward them abundantly and bless them with more strength to continue their valuable service to the community. ഇത്രയും തിരക്കുകൾക്കിടയിൽ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ആശംസകൾ അർപ്പിക്കാൻ വേണ്ടി ഇവിടെ എത്തിയ ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുറഹ്മാൻ ഷഹീർ അൽ ബുഖാരി തങ്ങൾക്ക് എല്ലാവിധ സന്തോഷങ്ങളിൽ നിന്നും ആശംസാ പ്രസംഗം നടത്തുന്നതിന് വേണ്ടി സയ്യിദ് മുസ്തഫ സിദ്ദീഖി മമ്പ്രം ഉസ്താദിനെ വളരെ സ്നേഹാദരവോടുകൂടി സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. വേദിയിലിരിക്കുന്ന ആദരണീയരായ സാദാത്യങ്ങൾ, മറ്റു ഉസ്താദുമാരും, സംഘടനാ നേതാക്കൾ, ഉമറാക്കൾ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ, മുദഹർ വിദ്യാർത്ഥി സംഘടന നടത്തുന്ന ഈ മഹത്തായ ഫസ്റ്റ് ഇതിൻ്റെ അവസാനം വരെ റാഹത്തോടെ സന്തോഷത്തോടെ നടത്താൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ ഫെസ്റ്റിൻ്റെ പ്രാധാന്യവും ലക്ഷ്യവും എല്ലാം ഇവിടെ സാദാത്യങ്ങളും മറ്റു ഉസ്താദുമാരും നമുക്ക് മുമ്പിൽ പറഞ്ഞു തരികയുണ്ടായി. എത്രത്തോളം എന്ന് വെച്ചാൽ
ബഹുമാനപ്പെട്ട ഷഹീർ തങ്ങൾ ഉസ്താദ്, ജലാൽ തങ്ങൾ ഉസ്താദ് എല്ലാ തിരക്കുകളും മാറ്റിവെച്ചുകൊണ്ട് നമ്മുടെ ഈ ഫെസ്റ്റിൽ നിങ്ങളോട് സംവദിക്കാൻ, നിങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങളും നസീഹത്തുകളും നൽകാൻ ഇവിടെ വന്നു എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ആ പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ട് തന്നെ നമ്മളുടെ കലകൾ ദീനിന് ഉപകരിക്കുന്ന രൂപത്തിൽ പരിപോഷിപ്പിച്ചെടുക്കാൻ നാം ഓരോരുത്തരും ശ്രമിക്കണം. അതിനാവണം ഈ ഫെസ്റ്റ് പോലത്തെ പരിപാടികൾ. അല്ലാഹു തആല നമ്മുടെ കലകൾ ദീനിന് ഉപകരിക്കുന്ന രൂപത്തിൽ, സമൂഹത്തിന് ഉപകരിക്കുന്ന രൂപത്തിൽ അവതരിപ്പിക്കുവാനും പരിപോഷിപ്പിച്ച് എടുക്കാനും അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് വാക്കുകൾക്ക് വിട. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. أحب أن أدعو الحافظ سعد بطور ليلقي كلمة الشكر والامتنان. Vote of thanks by Hafil Said Puttur, Joint Convener, Al-Qalam 2K25. السلام عليكم ورحمة الله تعالى وبركاته. الحمد لله. നമ്മുടെ അൽ-ഖലം 2K25 ഇതിൻ്റെ ഒന്നാമത്തെ ദിവസമായ ഇന്ന് ഇനാഗ്രേഷൻ സെഷൻ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഈ വേദിയെ അനുഗ്രഹിച്ച സ്ഥാപനത്തിൻ്റെ ചെയർമാൻ സയ്യിദ് അബ്ദുറഹ്മാൻ ഷഹീർ അൽ ബുഖാരി തങ്ങൾ ഉസ്താദ് അവർകൾ അല്ലാഹു ആഫിയത്തും ദീർഘായുസ്സും നൽകുമാറാകട്ടെ. അതേപോലെ നമ്മുടെ ഈ വേദിയെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തു തന്ന ഷെയ്ഖുന സയ്യിദ് ജലാലുദ്ദീൻ സഅദി അൽ ബുഖാരി തങ്ങൾ ഉസ്താദ് അവർകൾ അല്ലാഹു ആഫിയത്തും ദീർഘായുസ്സും ഹിമ്മത്തും നൽകുമാറാകട്ടെ. അവരുടെ തണൽ ദീർഘകാലം നമുക്ക് ആസ്വദിക്കുവാൻ ഇനിയും അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. അതേപോലെ നമ്മുടെ ഈ വേദിയെ അധ്യക്ഷത വഹിച്ച സ്ഥാപനത്തിലെ മുദരിസ് അൽ ഉസ്താദ് ഹസൻ സഅദി ഉസ്താദ് അവർകൾ, അതേപോലെ നമുക്ക് ആശംസ പ്രഭാഷണങ്ങൾ നടത്തി തന്ന ബാദുഷാ സഖാഫി ഉസ്താദ് അവർകൾ, ഉമറുൽ ഫാറൂഖ് മദനി ഉസ്താദ് അവർകൾ, അതേപോലെ സയ്യിദ് മുസ്തഫ സിദ്ദീഖി ഉസ്താദ് അവർകൾ, മറ്റെല്ലാ വേദിയിലിരിക്കുന്ന ഉസ്താദന്മാരും ഇവിടെ ഒരുമിച്ച് കൂടിയ എല്ലാവർക്കും ഒറ്റ വാക്കിൽ അൽ-ഖലം 2K25 ഇവിടെ അഭിവാദ്യങ്ങൾ നന്ദി അറിയിച്ചുകൊണ്ട് ഈ ഇനഗ്രേഷൻ സെഷൻ ഇവിടെ പിരിച്ചുവിട്ടതായി അറിയിച്ചുകൊള്ളുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. വേദിയിൽ അത്യന്തം ആവേശകരമായ ജനറൽ വിഭാഗത്തിൻ്റെ ഗ്രൂപ്പ് സോങ് കാറ്റഗറി മത്സരം ആരംഭിക്കുകയായി. മത്സരാർത്ഥികൾ മത്സരത്തിന് വേണ്ടി തയ്യാറായി നിൽക്കേണ്ടതാണ്. 4 ദിനരാത്രങ്ങളിലായി മദ്ഹറിൻ്റെ തിരുസവിധത്തിൽ 3 ഗ്രൂപ്പുകളിലായി 250ഓളം വിദ്യാർത്ഥികൾ 130ഓളം മത്സരങ്ങളിൽ മാറ്റിരക്കുന്ന കലാവിരുന്നിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. വേദിയിൽ ആദ്യ മത്സരം ആരംഭിക്കുന്നു. ജനറൽ വിഭാഗത്തിൻ്റെ ഗ്രൂപ്പ് സോങ് കാറ്റഗറി ബി മത്സരം നിയന്ത്രിക്കുന്നതിന് വേണ്ടി ആഫിൽ മുബഷിർ അദാനി മലപ്പുറത്തിനെയും ആഫിൽ ഉമിർ അലി ലത്തീഫിയെയും വളരെ സ്നേഹാദരവരോടുകൂടി
ഇരിപ്പിടത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഹാർട്ട്ലി വെൽക്കം ദ ജഡ്ജസ് ടു ദ സീറ്റ് വിത്ത് ഓൾ റെസ്പെക്ട്സ്. വേദിയിൽ ജനറൽ വിഭാഗത്തിൻ്റെ ഗ്രൂപ്പ് സോങ് മത്സരം കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇശൽ വിരുന്നാണ് നടക്കാനിരിക്കുന്നത്. മുബഷിർ അദാനി ആൻഡ് ടീം അവതരിപ്പിക്കുന്ന ഇശൽ വിരുന്നിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു.